ദൈവത്തിൻ്റെ വലിയ കരുണയാൽ 120ാമത് മാരാമൺ കൺവെൻഷൻ ഈ വർഷവും അനുഗ്രഹകരമായി തുടങ്ങുവാൻ ഇടയായി. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഏറ്റവും ധന്യവും അനുഗ്രഹീതമായൊരു പൈതൃകം തിരുസഭയിലൂടെ ദൈവം നമുക്ക് നൽകുന്നു. അതിൻ്റെ പിന്തുടർച്ചക്കാരായി ഈ വർഷവും കൺവെൻഷനിലൊക്കെ സംബന്ധിപ്പാൻ, അതിലെ വിവിധ പരിപാടികൾ ഭാഗവക്കാകുവാനൊക്കെ ദൈവം നമുക്ക് കൃപ ചെയ്യുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ മേൽനോട്ടത്തിലും മാർത്തോമാ സഭയുടെ ഉത്തരവാദിത്വത്തിലും നടത്തപ്പെടുന്ന ഈ മാരാമൺ കൺവെൻഷൻ സഭയുടെ ഒരു കൺവെൻഷൻ മാത്രമല്ല, പിന്നെയോ ഈ ദേശത്തിൻ്റെ ഒരു കൂടിവരവാണ്, ഒരു സംഗമമാണ്. ജാതി മത ഭേദമന്യേ, സഭാ വ്യത്യാസമന്യേ, സമുദായ വ്യത്യാസമന്യേ, രാഷ്ട്രീയ ചേരിതിരിവുകളൊന്നുമില്ലാതെ തന്നെ എല്ലാ ജനവും ഒരുമിച്ച് ഈ മണൽപ്പുറത്ത് കൂടി വരികയും ദൈവവചനത്തിൻ്റെ കാലോചിതമായ വ്യാഖ്യാനം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ മണൽപ്പുറത്തോടെ കേട്ട വചനത്തിൻ്റെ വ്യാഖ്യാനം നവീകരണത്തിനും നവോത്ഥാനത്തിനും ജനങ്ങളുടെ വിശ്വാസത്തിനും പുതുക്കത്തിനും രൂപാന്തരത്തിനും ഒക്കെ മുഖാന്തരമായി തീർന്നിട്ടുണ്ട്. ഈ വർഷവും വചന കേൾവിയിലൂടെ കാലോചിതമായിട്ടുള്ള സഭാ സാക്ഷ്യ നിർവഹണം നിറവേറ്റപ്പെടുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഭ സംഗതമായിരിക്കുന്നത് വചനത്തിൻ്റെ കാലോചിതമായ വ്യാഖ്യാനം ശ്രദ്ധിക്കുകയും അതിനനുസൃതമായ ജീവിതശൈലി കെട്ടുപണി ചെയ്യുന്നതിലൂടെയാണ്. ഈ വർഷത്തെ വചന കേൾവിയെല്ലാം ആ വിധത്തിൽ ജീവിതങ്ങളുടെ പുനർക്രമീകരണത്തിനും ഈ ദേശത്തിൻ്റെ അനുഗ്രഹത്തിനും നമ്മുടെ ഓരോരുത്തരുടെ അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷ ആരംഭിക്കാം. എന്മനുമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനുമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സർവശക്തനും നിത്യനുമായ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗപിതാവേ, ഈ വിശുദ്ധ ദിനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. 120ാം മാരാമൺ കൺവെൻഷൻ സമാരംഭിക്കുന്നുവല്ലോ. ഇന്നു മുതൽ ഒരാഴ്ചക്കാലം പമ്പ നദിയുടെ ഈ മണൽത്തിട്ടയിൽ 10,000 വിശ്വാസികൾ ദൈവവചനത്തിൻ്റെ മുമ്പിലിരിക്കുകയും ആത്മപരിശോധന നടത്തുകയും ചെയ്യുന്ന പുണ്യ ദിനങ്ങളാകുന്നുവല്ലോ. 21 പ്രധാന സമ്മേളനങ്ങളും കുടുംബവേദി, യുവവേദി, രാവിലെ തോറുമുള്ള വേദപഠന ക്ലാസുകൾ, കുട്ടികളുടെ യോഗം, പല സമ്മേളനങ്ങളാകുന്നുവല്ലോ ഇനിയുമുള്ള ദിവസങ്ങളിൽ ഈ മണൽപ്പുറത്ത് നടത്തപ്പെടുക. വിവിധ പ്രായക്കാരായ ജനങ്ങളുടെ ആത്മീയ ശുദ്ധീകരണത്തിനും സമർപ്പണത്തിനും പുതുക്കത്തിനും ഈ സമ്മേളനങ്ങൾ എല്ലാം സഹായകരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മഹായോഗത്തിനു വേണ്ടി അനേകർ ദിനംതോറും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നുവല്ലോ. ആ പ്രാർത്ഥനയുടെ അനുഗ്രഹങ്ങൾ ഇനിയുമുള്ള എല്ലാ ദിവസങ്ങളിലും അനുഭവിക്കുവാൻ, ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് നീ സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. സ്നേഹത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ ഞങ്ങളിൽ ഹേമം ചെലുത്തുന്നതിനും ഒരു വലിയ പുതുക്കവും രൂപാന്തരവും ഞങ്ങൾക്ക് മാത്രമല്ല കേരളക്കര ആകമാനം അനുഭവിക്കുന്നതിനും എല്ലാ ജനസമൂഹങ്ങളും അത് അനുഭവിച്ച് ഞങ്ങൾ സഭയായി സമൂഹമായി രൂപാന്തരം പ്രാപിക്കുന്നതിനും സഹായിക്കണമേ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ തിരുമേനിമാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയിലെ തിരുമേനിമാർ മാത്രമല്ലല്ലോ, സഹോദരി സഭകളുടെ തിരുമേനിമാരും ഞങ്ങൾക്ക് നേതൃത്വം നൽകുവാനായി ഈ പന്തലിൽ എഴുന്നള്ളുന്നുണ്ടല്ലോ. അവരുടെ സാന്നിധ്യം, അവരുടെ പ്രാർത്ഥന, അവരുടെ പ്രഭാഷണങ്ങൾ ഞങ്ങൾക്ക് ആകമാനം അനുഗ്രഹകരമായി ഭവിപ്പാൻ കൃപയരുളണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ഒരാഴ്ചക്കാലം ഈ പന്തലിൽ ഭക്തി നിർഭരമായ ഗാനങ്ങൾ മുഴങ്ങുവാൻ, അനേക ഹൃദയങ്ങൾക്ക് ആശ്വാസവും ആനന്ദവും പകരുവാൻ ഈ ഗാനങ്ങളിലൂടെ അവിടുന്ന് പ്രവർത്തിക്കണമേ. ഈ മഹാസമ്മേളനത്തിന് അനുഗ്രഹകരമായി തീരണമേ.
ഞങ്ങളെ എല്ലാവരെയും കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിശേഷാൽ സുവിശേഷ പ്രസംഗ സംഘത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കിപ്പോൾ ഒരുങ്ങാം. ഇപ്പോൾ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി കൗമ ചൊല്ലുന്നതും അതിനെ തുടർന്ന് കർദിനാൾ തിരുമേനി പ്രാർത്ഥിക്കുന്നതുമായിരിക്കും.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്നെ ആമേൻ. ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കണ്ടു ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കണ്ടു ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ വിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ട സ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാകണമേ. ോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടൻ വീണ്ടുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളവരോ ആകുന്നു. ആമേൻ. ഞങ്ങളെ കനിവോടെ പരിപാലിച്ച് സംരക്ഷിച്ച് പ്രാർത്ഥനയുടെ കൂടാരത്തിൽ ചേർത്തിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ മധ്യാഹ്ന സഭയൊന്നായി അവിടുത്തെ രാജ്യത്തിൻ്റെ മക്കളൊന്നായി അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ സംരക്ഷിക്കുന്ന മഹാകരുണയെ ഓർത്ത് അവിടുത്തേക്ക് ഞങ്ങൾ സ്തോത്രം പാടുന്നു. 120-ാം തവണ ഒരുമിച്ച് കർത്താവേ വചനത്തിൻ്റെ ശുദ്ധീകരണത്തിനായി വരുവാനും പുതുക്കത്തിൻ്റെയും നവീകരണത്തിൻ്റെയും അനുഭവം ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലും ദേശത്തും പ്രതിഷ്ഠിപ്പാനായി വചനത്തിൻ്റെ അഭിഷേകത്തെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർത്തോമാ സുറിയാനി സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. വലിയ തിരുമേനിക്കായി, മാർത്തോമാ മെത്രാപ്പൊലീത്തയ്ക്കായി, സഭാപിതാക്കന്മാർക്കായി, പട്ടക്കാർക്ക്, വിശ്വാസ കുടുംബങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. 120 തവണ കർത്താവേ ലോകത്തിന് സാക്ഷ്യമായി വചനത്തിൻ്റെ ഈ കൂടാരത്തിൽ ഒരുമിച്ച് കൂടുവാൻ വിശ്വാസത്തിൻ്റെ ചൈതന്യം പ്രകടമാക്കിയ കുടുംബങ്ങളെയെല്ലാം അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ. ഞങ്ങൾ ഈ പന്തലിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ചൂടും അഭിഷേകവും ഞങ്ങൾക്ക് അവിടുന്ന് ദാനമായിട്ട് നൽകണമേ. ദൈവരാജ്യത്തിൻ്റെ മക്കളെന്ന നിലയിൽ അനേകർ ഈ പന്തലിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നുവല്ലോ. സഭയിലെയും ദൈവരാജ്യത്തിലെയും മക്കൾ, ദേശത്തിൻ്റെ മക്കൾ പ്രതിനിധികളായി ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി വചനത്തോട് ചേർന്ന് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് വിളക്കും, ഞങ്ങളുടെ ഊഴിവഴികൾക്ക് പ്രകാശവുമാകണമേ. കർത്താവേ, ദേശത്തിൻ്റെ രൂപാന്തരീകരണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിൻ്റെയും ദേശത്തിൻ്റെ പുതുക്കത്തിനുമായി അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകങ്ങൾ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങളുടെ ദേശം സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും വീണ്ടും ഊർജ്ജസ്വലമായ ഊഷ്മളമായ നാളുകളെ നോക്കി പാർക്കുന്നു. സമൂഹങ്ങൾ തമ്മിൽ
മതവിശ്വാസ കുടുംബങ്ങൾ തമ്മിൽ, സമുദായങ്ങൾ തമ്മിൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിൽ അങ്ങയെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ച് കൂട്ടായ്മയുടെ വലിയ മഹത്വം പ്രഖ്യാപിക്കുന്ന ദിനങ്ങൾക്കായി അവിടുത്തെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തോട് അവിടുന്ന് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ദേശത്തോട് അവിടുന്ന് ദീർഘക്ഷമ കാണിക്കണമേ. എല്ലാ വ്യാപാരങ്ങളിലും ആത്മാവിനെയും സത്യത്തെയും മുൻനിർത്തി പ്രവർത്തിപ്പാൻ ഞങ്ങളുടെ ദേശത്തിന് കഴിയുമാറാകണമേ. ഇനിയുള്ള ദിനങ്ങളിലെല്ലാം പ്രത്യേകമായി അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകം ഇവിടെ വന്നുകൂടുന്ന എല്ലാവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തുള്ള എല്ലാ മക്കൾക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന്, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം ചായ്ച്ച് ഇറങ്ങി വന്ന് ഞങ്ങളെപ്പോലെ മനുഷ്യരൂപത്തിൽ ജീവിച്ച് ഞങ്ങളുടെ ഇടയിൽ വ്യാപരിച്ച് ഞങ്ങൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി കാൽവരി മലയിൽ കയറി കുരിശിൽ തറയ്ക്കപ്പെട്ട് അവസാനത്തുള്ളി രക്തവും ഞങ്ങൾക്ക് വേണ്ടി ചിന്തി പിതാവേ, അവിടുത്തെ പക്കൽ ഞങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കി അവിടുന്ന് ആയിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ മനസ്സും വലിയ സമർപ്പണവും കാണിച്ച അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ സ്വർഗീയ പിതാവ് പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഇപ്പോൾ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അത്യാവശ്യ പരസ്യങ്ങൾ അറിയിക്കുന്നതുമാണ്. ദൈവത്തിന് സ്തുതി. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആർ സ്വർഗത്തിൽ കയറി കൊണ്ടുവന്നു തരുമെന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആർ സമുദ്രം കടന്നു കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിന് അക്കരെയുമല്ല. നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അഫീന്യ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി, അഫീന്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, അഫീന്യ കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് ബാവ തിരുമേനി, ബഹുമാനപ്പെട്ട രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ, ബഹുമാന്യരായ മന്ത്രിമാരെ, കൺവെൻഷൻ്റെ മുഖ്യ പ്രഭാഷകരെ, ജനപ്രതിനിധികളെ, ആദരണീയരായ വികാരി ജനറൽ അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സഹോദര പട്ടക്കാരെ, സുവിശേഷ പ്രസംഗ സംഘം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, സുവിശേഷകരെ, സേവനിമാരെ, മാധ്യമപ്രവർത്തകരെ, കർത്താവിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഏവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. 120ാമത് മാരാമൺ കൺവെൻഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവനിയോഗത്താൽ നമ്മുടെ പിതാക്കന്മാർ 1895 ആരംഭിച്ച ചരിത്ര പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ 119 സംവത്സരങ്ങൾ പിന്നിട്ടു. ഈ കൺവെൻഷനിലൂടെ മാർത്തോമാ സഭയ്ക്കും ഇതര സഭകൾക്കും സമൂഹത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾ അനവധിയാണ്. ആത്മീയ നവോത്ഥാനത്തിന് ദൈവവചനത്തിലൂടെ ലഭിച്ച ആഹ്വാനത്തോടൊപ്പം സാമൂഹിക ഉത്തരവാദിത്തങ്ങളെ പറ്റിയുള്ള ദർശനവും മാരാമൺ കൺവെൻഷനിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കാം. ദൈവരാജ്യ സാക്ഷ്യത്തിനായി പ്രവർത്തിക്കുവാൻ ദൈവജനത്തിന് കൺവെൻഷനിലൂടെ ലഭിച്ച ദൂതുകൾ പ്രേരകമായി. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് 120ാമത് മാരാമൺ മഹായോഗത്തിൻ്റെ പ്രാരംഭ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏവരെയും സന്തോഷത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു.
അഭിയന്യ മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി അനിതര സാധാരണമായ നേതൃത്വ പാഠവും അജയ്യമായ നിശ്ചയദാർഢ്യവും അനുപമമായ ഭരണ നൈപുണ്യവുമുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് അഭിയന്യ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി. മെത്രാപ്പോലിത്ത എന്ന നിലയിൽ സഭയ്ക്ക് ചലനാത്മകമായ നേതൃത്വം നൽകുന്നു. വ്യക്തമായ ദർശനത്തോടും ദീർഘവീക്ഷണത്തോടും സഭയെ ശരിയായ പാതയിലൂടെ നയിക്കുന്നു. അഭിയന്യ മെത്രാപ്പോലിത്ത തിരുമേനി എപ്പിസ്കോപ്പ ആയിട്ട് ഇന്ന് 40 വർഷം പൂർത്തീകരിക്കുന്നു. സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന സർവ്വജനങ്ങളുടെയും ആശംസകൾ അഭിയന്യ മെത്രാപ്പോലിത്ത തിരുമേനിയെ അറിയിക്കുന്നു. ഇപ്പോൾ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ പ്രസിഡന്റ് അഭിയന്യ തോമസ് മാർ തീമത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി പുഷ്പോപഹാരം നൽകി അഭിയന്യ തിരുമേനിയെ ആദരിക്കുന്നു. നമ്മുടെ മാരാമൺ കൺവെൻഷൻ്റെ മുഖ്യ രക്ഷാധികാരി അഭിയന്യ മെത്രാപ്പോലിത്ത തിരുമേനിയാണ്. ഈ വർഷത്തെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതും മെത്രാപ്പോലിത്ത തിരുമേനിയാണ്. മെത്രാപ്പോലിത്ത തിരുമേനിക്ക് മാരാമൺ കൺവെൻഷൻ സ്വന്തം വീട്ടുമുറ്റത്ത് തിരുമേനി ആതിഥ്യം വഹിക്കുന്ന മഹോത്സവമാണ്. ഈ കൺവെൻഷൻ തിരുമേനിയുടെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്നിരിക്കുന്നതാണ്. പമ്പാ തീരത്തെ കൺവെൻഷൻ്റെ ചരിത്രത്തോടൊപ്പം മുൻപോട്ട് പോകുന്നതാണ് തിരുമേനിയുടെ ജീവചരിത്രവും. ഈ കൺവെൻഷൻ യോഗങ്ങളുടെ ആലോചനാ വേളകൾ മുതൽ എപ്പോഴും തിരുമേനിയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നേതൃത്വവും അനുഗ്രഹകരമായി തീരുന്നു. സ്നേഹ ബഹുമാന ആദരവുകളോടെ അഭിയന്യ തിരുമേനിയെ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യും. അഭിയന്യ വലിയ മെത്രാപ്പോലിത്ത തിരുമേനി ജാതി മത ഭേദമന്യേ ഏവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ ആചാര്യനാണ് അഭിയന്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത തിരുമേനി. അഭിയന്യ വലിയ മെത്രാപ്പോലിത്ത തിരുമേനിയോടൊപ്പം ഈ വർഷത്തെ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരുപക്ഷേ അഭിയന്യ വലിയ മെത്രാപ്പോലിത്ത തിരുമേനി ആയിരിക്കും ഇന്നിവിടെ വന്നിരിക്കുന്നവരിൽ ഏറ്റവും ആദ്യവും ഏറ്റവും കൂടുതൽ പ്രാവശ്യവും മാരാമൺ മഹായോഗങ്ങളിൽ സംബന്ധിച്ചിട്ടുള്ളത്. അഭിയന്യ വലിയ മെത്രാപ്പോലിത്ത തിരുമേനിയിലൂടെ ദൈവം വാരി വിതറുന്ന വചനത്തിൻ്റെ മുത്തുകളും തിരുമേനിയുടെ അനുഗ്രഹ സാന്നിധ്യവും ഈ വർഷവും കൺവെൻഷൻ യോഗങ്ങളെ ധന്യമാക്കട്ടെ. അഭിയന്യ വലിയ മെത്രാപ്പോലിത്ത തിരുമേനിയെ ഭക്തിയാദരവുപൂർവം കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യും. കർദിനാൾ കിളിമീസ് ബാവ തിരുമേനി. പരിശുദ്ധ കർദിനാൾ ബസേലിയോസ് കിളിമീസ് കാതോലിക്ക ബാവ തിരുമേനി മാർത്തോമാ സഭയുടെ ഉറ്റ മിത്രമാണ്. റോമൻ കത്തോലിക്ക സഭയുടെ കർദിനാൾ തിരുസംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും നമ്മുടെ നാട്ടുകാരനുമായ ബാവ തിരുമേനി ഇപ്പോൾ CBCIയുടെയും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെയും പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നു. എക്യൂമിനിക്കൽ രംഗത്തെ സജീവ സാന്നിധ്യം, ശ്രേഷ്ഠനായ സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ അദ്ദേഹം ശ്രദ്ധേയനാണ്. വിനയപൂർവം തിരുമേനിയെ സ്വാഗതം ചെയ്യും. അഭിയന്യ തോമസ് മാർ തീമത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി. സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് അഭിയന്യ തോമസ് മാർ തീമത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി കഴിഞ്ഞ വർഷങ്ങളിൽ അനുഗ്രഹകരമായ നേതൃത്വം നൽകി ഈ കൺവെൻഷനെ ധന്യമാക്കി. ഈ വർഷവും തിരുമേനിയുടെ നിർദ്ദേശവും ആലോചനയും സൂക്ഷ്മാംശങ്ങളിലുള്ള ശ്രദ്ധയും പ്രാർത്ഥനാപൂർവമായ നേതൃത്വവും കൺവെൻഷൻ്റെ പ്രാരംഭ ആലോചന മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന
അഭിയന്യ തിരുമേനിയെ വളരെ സന്തോഷത്തോടെ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തു. അഭിയന്യ സക്കറിയാസ് മാർ തിയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ദർശനവും പ്രവർത്തന ശൈലിയും ഏവരെയും ആകർഷിക്കുന്നതാണ്. വർത്തമാനകാലത്തിൽ സംഗതമായ സഭാദൗത്യം നിരന്തരം അന്വേഷിക്കുന്ന തിരുമേനിയെ സഭയെ ചൈതന്യവത്താക്കുന്നു. തിരുമേനിയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തിരുമേനിമാർ സഭയ്ക്കും സമൂഹത്തിനും എത്രയും ശ്രേഷ്ഠമായ നേതൃത്വം നൽകി വരുന്ന എപ്പിസ്കോപ്പമാരായ അഭിയന്യ ഗീവർഗീസ് മാർ അഥനാസിയോസ്, ഗീവർഗീസ് മാർ തിയഡോഷ്യസ്, ഡോക്ടർ യുവാക്കി മാർ കൂർലോസ്, ജോസഫ് മാർ ബർന്നബാസ്, ഡോക്ടർ ഐസക് മാർ ഫീലക്സിനോസ്, ഡോക്ടർ എബ്രഹാം മാർ പൗലോസ്, ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ്, ഗ്രിഗോറിയോസ് മാർ തേഫാനോസ്, ഡോക്ടർ തോമസ് മാർ തീത്തോസ് എന്നീ തിരുമേനിമാർ കൺവെൻഷൻ്റെ നടത്തിപ്പിന് നിർലോഭമായ പിൻബലവും ഉപദേശവും തരുന്നു. അഭിയന്യ തിരുമേനിമാരെ ഭക്തിപുരസരം സ്വാഗതം ചെയ്തു. അഭിയന്യ KP യോഹന്നാൻ മെത്രാപ്പൊലീത്ത തിരുമേനി ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്നു. സന്തോഷം അറിയിക്കുന്നതോടൊപ്പം സ്വാഗതം ചെയ്യുന്നു. അഭിയന്യ തിരുമേനിമാരെ കൂടാതെ ഈ വർഷം പ്രസിദ്ധ സുവിശേഷ പ്രസംഗകരായ ബിഷപ്പ് സിഫോ ഡി സിവ സൗത്ത് ആഫ്രിക്ക, റവറൻ ഡോക്ടർ സാംഡി കമലേശൻ, റവറൻ ദുഷന്തോ റോഡ്രിഗോ ശ്രീലങ്ക എന്നിവരാണ് മുഖ്യ പ്രസംഗകർ. ബിഷപ്പ് സിഫോ ഡി സിൽവ, ബിഷപ്പ് സിഫോ ഡി സിവ ദക്ഷിണാഫ്രിക്കൻ കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പ്രസിഡൻ്റാണ്. ബിഷപ്പ് സിവ സദേൺ ആഫ്രിക്കയിലെ മെത്തഡിസ്റ്റ് സഭയുടെ പ്രിസൈഡിംഗ് ബിഷപ്പും കൂടെയാണ്. സദേൺ ആഫ്രിക്കയിലെ മെത്തഡിസ്റ്റ് സഭകൾ 6 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ബിഷപ്പ് സിഫോ ഡി സിൽവയെ മാരാമൻ കൺവെൻഷൻ്റെ പ്രധാന പ്രസംഗകരിൽ ഒരാളായി ലഭിച്ചതിൽ നാം ധന്യരാണ്. We are privileged to have the preaching ministry of His Grace, Bishop Sifo D. Siva at this Maraman Convention. Bishop Siva is the presiding bishop of the Methodist Church of South Africa and president of the South African Council of Churches. He is the founder of the Herald Town College Trust for the Methodist School, where the world icon Dr. Nelson Mandela studied. He is a member of the governing council of the Seth Mokidimi Seminary. Bishop Siva prays and works towards a united Christian discipleship which could transform the world to a justice-oriented place that honors the dignity of all creation. On behalf of the Mahatma Church and on behalf of the Metropolitan and all of us, I extend a very happy welcome, Bishop Siva, to the Maraman Convention. ഈ വർഷവും നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിൽ നിന്നും റവറൻ ദുഷന്തോ ലക്ഷ്മൺ റോഡ്രിഗോ എന്ന ആംഗ്ലിക്കൻ പട്ടക്കാരനെ പ്രസംഗകനായി ലഭിച്ചു എന്നത് സന്തോഷകരമായ വസ്തുതയാണ്. റവറൻ ഡോക്ടർ ദുഷന്തോ റോഡ്രിഗോ ശ്രീലങ്കയിലെ ആംഗ്ലിക്കൻ വൈദികനാണ്. എക്യുമെനിക്കൽ ദർശനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ദുഷന്തോ പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനാണ്. WCC ജനറൽ അസംബ്ലിയിൽ ദൗത്യവും സാക്ഷ്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് മാരാമണ്ണ് എത്തിച്ചേരുന്നതാണ്. ബഹുമാനപ്പെട്ട റവറൻ ദുഷന്തോ റോഡ്രിഗോയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവരെ കൂടാതെ മാരാമൻ കൺവെൻഷനിൽ ഏറെ ശ്രദ്ധേയമായ പ്രഭാഷണങ്ങൾ ചെയ്തിട്ടുള്ള ലോകപ്രശസ്ത സുവിശേഷകനായ റവറൻ ഡോക്ടർ സാം കമലേശൻ മാരാമൻ കൺവെൻഷനിൽ വന്നു ചേരുന്നതാണ്. പ്രിയപ്പെട്ട കമലേശൻ അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. വികാരി ജനറാളന്മാർ, നമ്മുടെ വികാരി ജനറാൾ അച്ഛന്മാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നത് ഏറ്റവും സന്തോഷകരമാണ്.
ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സഭാ സെക്രട്ടറി റവറൻ ഉമ്മം ഫിലിപ്പ്, വൈദിക ട്രസ്റ്റി റവറൻ ലാൽ ചൊറിയാൻ, അൽമായ ട്രസ്റ്റി അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് എന്നിവർ കൺവെൻഷൻ നടത്തിപ്പിൽ ആവശ്യമായ പിൻബലം നൽകുന്നു. സഹർഷം ഇവരെ സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ പി ജെ കുര്യൻ, രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. മാർത്തോമാ സഭാംഗമായ പ്രൊഫസർ പി ജെ കുര്യൻ കഴിഞ്ഞ അനേക വർഷങ്ങളായി ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു. രാജ്യസഭാ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ വളരെ ഗൗരവമേറിയ ഉത്തരവാദിത്വമാണ് രാഷ്ട്രം അദ്ദേഹത്തെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. പക്വതയോടും ഉത്തരവാദിത്വത്തോടും അദ്ദേഹത്തിൻ്റെ ആ ചുമതലകൾ നിർവഹിക്കുന്നു എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. മുൻ വർഷങ്ങളിലെ പോലെ വിദേശീയരായ കൺവെൻഷൻ പ്രസംഗകരുടെ വിസ തടസ്സങ്ങൾ കൂടാതെ ലഭ്യമാക്കാൻ അദ്ദേഹം വളരെ താൽപ്പര്യത്തോടെ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രീ രമേശ് ചെന്നിത്തല, മാർത്തോമാ സഭയുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ അദ്ദേഹം ശ്രദ്ധേയമായ നേതൃത്വം നൽകുന്നു. ഈ ഉത്തരവാദിത്വം നീതിപൂർവ്വം നിർവഹിക്കുന്നതിനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാഗതം ചെയ്തു. മുൻ കേന്ദ്രമന്ത്രി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. സ്വാഗതം ചെയ്തു. കേരള സർക്കാരിൻ്റെ സഹായ സഹകരണങ്ങൾ വിലപ്പെട്ടതാണ്, പ്രശംസനീയമാണ്. ജലവിഭവ വകുപ്പിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി PJ ജോസഫ്, ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ ഹരികിഷോർ, അസിസ്റ്റന്റ് കളക്ടർ, RDO ശ്രീ ഗോപകുമാർ, ഓഫീസ് മേധാവികൾ എന്നിവർ അവലോകന യോഗങ്ങൾക്ക് നേതൃത്വം നൽകി. മദ്യം നിരോധനം ഏർപ്പെടുത്തിയതിൽ എക്സൈസ് മന്ത്രി, എക്സൈസ് കമ്മീഷണർ എന്നിവരെ അഭിനന്ദിക്കുന്നു. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ മാത്യു ജോൺ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. സ്വാഗതം ചെയ്തു. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ അടൂർ പ്രകാശിനെ കൺവെൻഷൻ്റെ ക്രമീകരണങ്ങളിൽ വളരെയധികം സഹായിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം സ്വാഗതം ചെയ്തു. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ചീഫ് വിപ്പ് ശ്രീ PC ജോർജ് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. നമ്മുടെ MP ശ്രീ NK പ്രേമചന്ദ്രൻ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. മുൻ ഇറിഗേഷൻ മന്ത്രിയായി സേവനമനുഷ്ഠിച്ച കാലത്ത് കൺവെൻഷന് ചെയ്ത സഹായങ്ങളെ നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. പത്തനംതിട്ട MP ശ്രീ ആൻഡോ ആൻ്റണി MLA, അഡ്വക്കേറ്റ് ശിവദാസൻ നായർ ഇവർ കൺവെൻഷൻ ക്രമീകരണങ്ങളിൽ വളരെ സഹായകരമായി പ്രവർത്തിച്ചു. സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട MLA മാരായ ശ്രീ രാജു എബ്രഹാം, ശ്രീ PC വിഷ്ണുദാസ് എന്നിവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഹരിദാസ് ഇടത്തിട്ടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ഓർത്തഡോക്സ് സഭാ ട്രസ്റ്റി ശ്രീ NG ജോർജ് മുത്തൂറ്റ് നമ്മളോടുകൂടെ യോഗത്തിൽ സംബന്ധിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. മുൻ MP ശ്രീ ഫ്രാൻസിസ് ജോർജ്, MLA മാരായ ശ്രീ മാലേ സരളാദേവി, ശ്രീ ജോസഫ് പുതുശ്ശേരി എന്നിവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. Today we have with us some of the delegates from the Sarambur University. Reverend Dr. Sandana Patros, Registrar, Dr. KNG, Principal Sarambur College, Reverend Pachao, Executive Secretary of the Presbyterian Church of Mizoram. We extend a warm welcome to them to this convention. പ്രിയപ്പെട്ട അച്ഛന്മാരുടെ ആത്മാർത്ഥമായ കൈത്താങ്ങൽ വളരെ വിലപ്പെട്ടതാണ്. സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട സുവിശേഷകരും സേവനിമാരും കൺവെൻഷൻ്റെ വിജയത്തിനായി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഗതം ചെയ്യും. കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആനി ജോസഫ്, തോട്ടപ്പശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TK രാമചന്ദ്രൻ നായർ,
മല്ലപ്പശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേഴ്സി സാമുവൽ, കോയിപ്രം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിജി മാത്യു, ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഏലിയാമ്മ യോഹന്നാൻ എന്നിവരെ സ്വാഗതം ചെയ്യും. യോഗത്തിൽ സംബന്ധിക്കുന്ന ജനപ്രതിനിധികളെയും സാംസ്കാരിക നേതാക്കന്മാരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൺവെൻഷൻ സന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിക്കുന്ന മാധ്യമപ്രവർത്തകർ നിസ്തുലമായ സേവനം ചെയ്യുന്നു. മാധ്യമപ്രവർത്തകരെ സ്വാഗതം ചെയ്യുന്നു. മാരാമം കൺവെൻഷൻ്റെ പ്രാരംഭ യോഗത്തിൽ സ്വദേശത്ത് നിന്നും വിദേശത്ത് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അഭിനന്ദ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി അധ്യക്ഷ പ്രസംഗം നടത്തും. തുടർന്ന് അഭിനന്ദ മെത്രാപ്പോലീത്ത തിരുമേനി 120ാമത് മാരാമം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അഡ്വക്കേറ്റ് റോയി ഫിലിപ്പ് ഇന്നത്തേക്കുള്ള പാഠഭാഗം വായിക്കും. ഗായകസംഘം പാട്ടുപാടും. അതിനെ തുടർന്ന് ബിഷപ്പ് സിഫോ ഡി ശിവ പ്രസംഗിക്കും. റവറൻ മാത്യു സക്കറിയ ഭാഷാന്തരം നിർവഹിക്കും. ചരിത്ര പ്രസിദ്ധമായ പമ്പ മണൽപ്പുറത്ത് ഒന്നിച്ചുകൂടും. നമ്മുടെ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തുന്ന ഇടമാണ് മാരാമം. ദൈവവചന കേൾവി അതിന് വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, എന്നോട് എൻ്റെ ദേശത്തോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അഭിവന്ദരായ മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനി, വലിയ മെത്രാപ്പോലീത്ത തിരുമേനി, കർദിനാൾ ലൂയിസ് ബാവ തിരുമേനി, സഫ്രൈൻ മെത്രാപ്പോലീത്ത തിരുമേനി, ബിഷപ്പ് സിഫോ ഡി ശിവ, സഹോദര മേൽപ്പട്ടക്കാർ, നമ്മുടെ സഭാംഗവും രാജ്യസഭാ ഉപാധ്യക്ഷനുമായ പ്രൊഫസർ പി ജെ കുര്യൻ, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഗവൺമെന്റ് ഒഫീഷ്യൽസ്, വികാരി ജനറൽ അച്ഛന്മാർ, ബഹുമാനപ്പെട്ട പട്ടക്കാർ, സുവിശേഷകർ, ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്, കർത്താവിൽ പ്രിയ ദൈവജനമേ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. ഇവയെല്ലാറ്റിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. 120ാമത് മാരാമം കൺവെൻഷൻ ഇവിടെ ആരംഭിച്ചുവല്ലോ. അനുഗ്രഹീതമായ ഒരു വലിയ പൈതൃകത്തിന്റെ പിന്തുടർച്ചക്കാരായി ഈ വർഷത്തെ കൺവെൻഷനിൽ സംബന്ധിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുന്നു. കലാകാലങ്ങളിൽ കൺവെൻഷനിൽ നേതൃത്വം നൽകിയ എല്ലാവരെയും സന്തോഷത്തോടെയും നന്ദിയോടെയും ഓർക്കുന്നു. നമ്മുടെ അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ അതീവ ശ്രദ്ധയും മേൽനോട്ടവും കൺവെൻഷന്റെ നടത്തിപ്പിൽ ഒരു അനുഗ്രഹമാണ്. പന്തൽ പണി തുടങ്ങിയ നാൾ മുതൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും മണൽപ്പുറം സന്ദർശിച്ച് സംയോജിതമായ ആലോചനകൾ പ്രിയപ്പെട്ട തിരുമേനി നൽകി. പ്രിയപ്പെട്ട തിരുമേനി സഭയിൽ മേൽപ്പെട്ട സ്ഥാനത്ത് പ്രവേശിച്ചത് ഇന്ന് 40 വർഷം പൂർത്തിയാക്കി 41ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് നാം കേട്ടുവല്ലോ. നമ്മുടെ ഏവരുടെയും പ്രാർത്ഥനയും ആശംസകളും പ്രിയപ്പെട്ട തിരുമേനിക്ക് വീണ്ടും നേരുന്നു. നമ്മുടെ വലിയ മെത്രാപ്പോലീത്ത തിരുമേനി ഇത്രയും ആരോഗ്യത്തോടുകൂടി ഈ വർഷവും നമ്മോടുള്ള യോഗത്തിൽ സംബന്ധിക്കുന്നത് എത്ര അനുഗ്രഹകരമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൺവെൻഷന്റെ ക്രമീകരണത്തിൽ പ്രാദേശിക, ജില്ലാ, ഗവൺമെന്റ് തലത്തിൽ എല്ലാ ക്രമീകരണങ്ങളും നമുക്ക് ലഭിച്ചു. അതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മന്ത്രിമാർ, മറ്റ് ജനപ്രതിനിധികൾ അവർക്ക് കാണിച്ച താല്പര്യം സന്തോഷത്തോടെ ഓർക്കുന്നു. സുവിശേഷ പ്രസംഗ സംഘം വാർഷിക പൊതുയോഗം കലാകാലങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന ഔദ്യോഗിക ഭാരവാഹികളും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുമാണ് ഈ യോഗത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ നിർവഹിക്കുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങൾ ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട എബ്രഹാം ബിയുമനച്ചിന്റെ നേതൃത്വത്തിലുള്ള ഒരു മാനേജിംഗ് കമ്മിറ്റി, ഔദ്യോഗിക ഭാരവാഹികൾ കൺവെൻഷൻ നന്നായി നടത്തി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷം ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛനോട് ചേർന്നുള്ള ഔദ്യോഗിക ഭാരവാഹികൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അവരൊരു സംഘമായി പ്രവർത്തിക്കുന്നു. അവരുടെ തുടർന്നുള്ള ശുശ്രൂഷകൾ എല്ലാ വിധത്തിലും കൺവെൻഷന് മാത്രമല്ല സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹകരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ധാരാളം പേരുടെ അധ്വാനവും പ്രയത്നവും സഹകരണവും ഒക്കെ ഈ കൺവെൻഷൻ ഈ വർഷം സാധ്യമാക്കി തീർക്കുന്നു. കഴിഞ്ഞ 2 മാസങ്ങളിലായി ഈ മണൽപ്പുറത്ത് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഞ്ഞും വെയിലും കൊണ്ട് മണൽപ്പുറത്ത് ജോലി ചെയ്ത ധാരാളം ആളുകൾ
നമ്മളാൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ധാരാളം ആളുകളുടെ അധ്വാനം, പ്രയത്നം ഇന്ന് നമ്മളുടെ സുഖമായിട്ടുള്ള ഈ പന്തലിന്റെ ഇരിപ്പിന് സഹായകരമായി തീർന്നു. ക്രമീകരണങ്ങളിൽ വ്യാപൃതരായ എല്ലാവരെയും സന്തോഷത്തോടെ ഓർക്കുക. മാരാമൺ കൺവെൻഷൻ എല്ലാവരുടെയും ഒരു കൂടിവരവാണല്ലോ. സഭ, സാമുദായിക, മത, സാമൂഹിക, രാഷ്ട്രീയ വേർതിരിവുകൾ ഒന്നും കണക്കാക്കാതെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ഇടമാണ് മാരാമൺ. മനുഷ്യ ബന്ധങ്ങൾ ഒന്നുകൂടെ ആഴത്തിൽ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു സംഗമ വേദിയാണ് മാരാമൺ കൺവെൻഷൻ. ഈ ഒരാഴ്ച ഇവിടെ മുഴങ്ങി കേൾക്കുന്ന ദൈവവചനം ദേശത്തിന്റെ സൗഖ്യത്തിനും സമാധാനത്തിനും എല്ലാവരുടെയും അനുഗ്രഹത്തിനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൺവെൻഷനുകൾ ഒരു കൺവെൻഷനായി, അതായത് ആചാരമായി, പതിവായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പെരുന്നാളെന്നോ ഉത്സവമെന്നോ കൺവെൻഷനെന്നോ ഒക്കെ നാം പേര് പറയുന്നു. എല്ലായിടങ്ങളിലും വലിയ ജനസാഗരം നാം കാണുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ വലിയ മുദ്രാപുരത്ത തിരുമേനിയെ കണ്ടപ്പോൾ പതിവ് പോലെ ഉത്തരം മുട്ടിക്കുന്ന ഒരു ചോദ്യം അഭിമന്യ തിരുമേനിയോട് ചോദിച്ചു. എന്നോടൊപ്പം അഭിമന്യ തീത്തോസ് തിരുമേനി ഉണ്ടായിരുന്നു. തിരുമേനി ചോദിച്ച ഇപ്രകാരമാണ്: 2014 മാരാമൺ കൺവെൻഷൻ മൂലം ഭൂലോകത്തിൽ ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടായതായി പറയാമോ? ദീർഘനേരം ഞങ്ങൾ നിശബ്ദരായി. അടുത്ത ചോദ്യം: പിന്നെ എന്തിനാണ് ഈ കൺവെൻഷൻ? ഏതുത്തരവും തൃപ്തികരമാവില്ല എന്നറിയാവുന്നത് കൊണ്ടും ശരി ഉത്തരം അറിയാഞ്ഞത് കൊണ്ടും ഞങ്ങൾ നിശബ്ദത പാലിച്ചു. എന്നാൽ ചിന്തിപ്പിച്ചൊരു ചോദ്യം: എന്തിനാണ് ഇത്? എന്തിനാണ് ഈ കൺവെൻഷൻ? ഈ വിധത്തിലുള്ള കൂട്ടായ്മകൾ, കൂടിവരവുകൾ ചിലപ്പോൾ മതഭക്തിയുടെയോ സഭാഭക്തിയുടെയോ ശക്തിയുടെയോ ഒക്കെ പ്രകടനം മാത്രമായി പോകുന്നുവോ? ഒരു വശത്ത് റിലിജിയോസിറ്റി, മതാത്മകത വർദ്ധിച്ചു വരുമ്പോൾ മറുവശത്ത് അക്രമവും ഭീകര പ്രവർത്തനങ്ങളും മതത്തിന്റെ പേരിലുള്ള കയ്യേറ്റങ്ങളും കൊലപാതകങ്ങളും പീഡനങ്ങളും ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മത സഭാഭക്തി വർദ്ധിക്കുന്നു, ദൈവഭക്തി, ഈശ്വര വിശ്വാസം കുറയുന്നു എന്നത് ഒരു വാസ്തവമല്ലേ? ആധ്യാത്മികത അഥവാ സ്പിരിച്വാലിറ്റി ഒരിടത്തും പീഡനത്തിനോ കൊലപാതകത്തിനോ കയ്യേറ്റങ്ങൾക്കോ ഇടം നൽകുന്നില്ല. ഭീകര പ്രവർത്തനത്തിന്റെ പേരിൽ കഴുത്തറത്ത് പരസ്യമായി കൊല ചെയ്യുന്നതും ബന്ധനത്തിലാക്കി ചുട്ടുകൊല്ലുന്നതും ഒക്കെ എത്രയോ ഖേദകരവും അപലപനീയവുമാണ്. സത്യ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുമ്പോൾ അവരുടെ സ്വന്തം സഹോദരനെ പോലെ കാണുവാൻ കഴിയും. ദൈവിക നീതി, ന്യായം നടപ്പാക്കുവാൻ കഴിയും. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ കഴിയും. ഈ വർഷത്തെ കൺവെൻഷനിലെ വചന കേൾവിയിലൂടെ അത് സാധിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. 2 രാജാക്കന്മാർ 22-ാം അധ്യായത്തിൽ യോശിയ രാജാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ മഹാപുരോഹിതനായ ഹില്ക്കീയാവ് ന്യായപ്രമാണം കണ്ടെത്തുന്നു. രാജസക്കാരുടെ പക്കൽ ഈ ന്യായപ്രമാണം രാജാവിനെ ഏൽപ്പിക്കുന്നു. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണ പുസ്തകം വായിച്ചപ്പോൾ രാജാവ് വസ്ത്രം കീറി. മഹാപുരോഹിതനിലൂടെ ന്യായപ്രമാണത്തിലെ ദൈവശബ്ദം കേൾക്കുവാൻ ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നു. രാജാവും മഹാപുരോഹിതന്മാരും ജനവും ഒന്നിച്ചു കൂടുന്നു. എന്തിന്? ശക്തി പ്രകടനത്തിനല്ല, പ്രശസ്തിക്കല്ല, ആരുടെയോ ഇമേജ് വർദ്ധിപ്പിക്കാനല്ല, ഇഫക്റ്റ് കൂടുവാനല്ല, ദൈവവചനം കേട്ട് അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിയുവാൻ. ഈ 3 വിഭാഗങ്ങളും ഇന്ന് ഈ പന്തലിലുണ്ട്. രാജാവിന്റെ പക്ഷത്ത് വേണമെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കൾ എല്ലാവരും തന്നെ ഈ ഭരണസമിതിയെ ഒക്കെ പ്രതിനിധീകരിച്ച് നമ്മുടെ ഈ പന്തലിന് കീഴിലുണ്ട്.
പുരോഹിത വർഗത്തിന്റെ പ്രതിനിധികളായി പട്ടക്കാരും മേൽപ്പട്ടക്കാരും ഒക്കെ ഇന്ന് ഈ പന്തലിലുണ്ട്. വിശ്വാസ സമൂഹം ജനം എന്ന നിലയിൽ ഇവിടെ കൂടിയിട്ടുണ്ട്. എന്തിനൊരുമിച്ച് കൂടിയിരിക്കുന്നു? വചനം കേൾക്കാം, അനുദമിക്കാം. ഈ മണൽപ്പുറത്ത് എത്രയോ പേർക്ക് വചന കേൾവി തിരുത്തലിന്റെ ഇടമായിരുന്നു. ഈ വർഷം നമുക്കും ഒരു തിരുത്തലിന്റെ ഇടമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലുള്ള യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലി രൂപപ്പെടുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. We need to be empowered and enriched by spirituality rather than mere religiosity. കേവലം മതഭക്തിയിലൂടെയോ സഭാ സ്നേഹത്തിലൂടെയോ അല്ല, യഥാർത്ഥമായ ആധ്യാത്മികതയിലൂടെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ധന്യരാകുവാൻ, ശക്തി ആർജിക്കുവാൻ ഈ യോഗങ്ങളിലൂടെ ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ അഭിനന്ദ മെത്രാപ്പൊലീത്താത്തിന് വേണ്ടി ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. ദൈവസന്നിധിയിൽ വിനയത്തോടുകൂടി നടക്കുക. ഇന്ന് നാം ഈ മൂല്യങ്ങളിൽ നിന്ന് എത്രയോ അകന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുദപിക്കുവാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരവസരമാണ് ഈ കൺവെൻഷൻ എന്ന് നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത്. അത്രേ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വെടിക്കെട്ടും ആഘോഷങ്ങളും ഒന്നുമല്ല, 3 കാര്യങ്ങൾ മാത്രം. 145-ാം സങ്കീർത്തനം വായിക്കുമ്പോഴും നമുക്ക് ഇത് കാണുവാൻ കഴിയും. ദൈവം തൻ്റെ സർവ്വ സൃഷ്ടിയോടും നല്ലവനാകും. സർവസൃഷ്ടി അവനെ സകല സൃഷ്ടികളോടും ദയ തോന്നുന്നു, കരുണ കാണിക്കുന്നു. ആകയാൽ സർവ സൃഷ്ടികളും കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ പന്തലും കീഴ് വന്നിരിക്കുന്നവർ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ടല്ല, ദൈവം സൃഷ്ടിച്ചതായുള്ള ഈ പ്രപഞ്ചം മനുഷ്യനും സസ്യലതാദികൾക്കും മൃഗങ്ങൾക്കും വസിപ്പാൻ തക്കോണം വാസയോഗ്യമാക്കിയ ഈ പ്രപഞ്ചത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം തൻ്റെ സർവ്വ സൃഷ്ടിക്കും നല്ലവനാകും. ആകയാൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ത്? ഒന്ന് മാത്രം, ദൈവത്തിൻ്റെ സൃഷ്ടിയോട് നന്മ പ്രവർത്തിക്കുക എന്നുള്ളതാണ്, നല്ലവരായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സർവ്വ സൃഷ്ടിയോട് കരുണ തോന്നേണ്ടത് ആവശ്യമാണ്. ഈ മണൽപ്പുറം തന്നെ അതിന് ഉദാഹരണമാണ്. ഈ മണൽപ്പുറം എത്ര സുന്ദരമായിരുന്നു, ഒരു മണൽപ്പുറമായിരുന്നു. എന്നാൽ കേരള ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടെ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് ഇന്ന് അല്പം പണം ചെലവാക്കിയാലും വലിയ ചെലവ് കൂടാതെ നമുക്കിവിടെ ഇരുന്ന് ദൈവവചനം കേൾക്കത്തക്കതായുള്ള വിധത്തിൽ സംവിധാനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നു. ഇന്ന് ശാസ്ത്രീയമായുള്ള അനേക ആലോചനകൾ നടത്തി ദൈവം ഉണ്ടാക്കിയതായുള്ള സംവിധാനത്തെ തകർത്തുകൊണ്ട് നന്മ കൊയ്യുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നാം എത്തിച്ചേരുന്നത് വ്യഥയുടെ അനുഭവത്തിലേക്കാകുന്നു നാം പ്രത്യേകിച്ച് ഓർക്കണം. ഇന്ന് നദീതട സംയോജനത്തെക്കുറിച്ചുള്ള വലിയ വലിയ ചർച്ചകൾ കഴിയുന്നു. നോക്കുക, ഈ നദിയിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്ക് വേനൽ കഠിനമാകുന്നതിന് മുമ്പ് തന്നെ നിലച്ചിരിക്കുന്നു. അയൽ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുണ്ട്, നമുക്കറിയാം. അവിടെയും വീഴുന്നതായുള്ള ജലം അവിടെ സംഭരിച്ചാൽ പോരെ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മുഴുവനും കൂടെ ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ കേരളം ഒരു മരുപ്രദേശമായി തീരും, യാതൊരു സംശയവുമില്ല. അതിന് രാഷ്ട്രീയ പരിഗണനയേക്കാൾ ഉപരിയായി ദൈവം മനുഷ്യന് നൽകിയ സംവിധാനങ്ങളെ തകർക്കാതെ ഇരുന്നാൽ നമുക്ക് സൗഭാഗ്യം ലഭിക്കുമെന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവിടെ ചിന്തയിൽ ഉദിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ള മറ്റൊരു സംഗതി,
ഇന്ന് നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് എത്രയോ വികൃതമായിരിക്കുന്ന ഒരു മാനവികതയാണ്. ആർക്കും ആരെക്കുറിച്ചും എന്ത് ആരോപണവും പറയാം. തെളിവില്ലാതെ ഒരു കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടാത്ത ഒരാരോപണം പറഞ്ഞതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ വിട്ട് ഒഴിഞ്ഞു ഓടിപ്പോകുന്നെന്ന് പറയുന്നത് ഒരു കാലത്തും ഒരു ധാർമ്മികതയ്ക്കും ചേരുന്നതല്ല. ഇന്ന് ഞാൻ കൊടുക്കാം, നാളെ ഞാൻ കൊടുക്കാം, മറ്റന്നാൾ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിധത്തിലുള്ളതായ ആരോപണങ്ങൾ മറ്റ് സ്വാർത്ഥമോഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വിധേയമായി കൊയ്തെടുക്കാമെന്നുള്ള വിചാരത്തോട് മുൻപോട്ട് പോകുന്നതായുള്ള ധാർമ്മികത നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ ഗാന്ധിജി വിഭാവനം ചെയ്തതായുള്ള മൂല്യാധിഷ്ഠിത ജനാധിപത്യം നമ്മുടെ മധ്യത്തിൽ വേരുറയ്ക്കുകയുള്ളൂ എന്ന് നാം പ്രത്യേകിച്ച് ഓർക്കണം. തികഞ്ഞ ദേശീയതയിൽ അടിസ്ഥാനപ്പെട്ട് മൂല്യാധിഷ്ഠിത ജനാധിപത്യത്തിൽ നാം വിശ്വസിച്ച് സ്വതന്ത്ര ഭാരതം രൂപം കൊണ്ടു. 67 സംവത്സരമായി 67ാം സംവത്സരത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. നമ്മുടെ പ്രതീക്ഷകൾക്ക് മൂല്യശോഷണം വന്നിട്ടുണ്ടോ എന്നത് നാം പരിശോധിക്കേണ്ട ഒരു അവസരമാണ്. ആരോപണങ്ങൾ മൂലം വ്യക്തിഹത്യ നടത്തുന്നത് കൊണ്ട് ഒന്നും നാം നേടുവാൻ പോകുന്നില്ല. അധപതനത്തിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഒരാത്മശോധനയുടെ അവസരമായി തീരട്ടെ ഈ സംവത്സരത്തിലെ വചനകേൾവി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അത് നമ്മുടേതായിരിക്കുന്ന കഴിവുകളിൽ വിചാരിച്ചുകൊണ്ട് നടന്നാൽ നമുക്ക് സാധ്യമല്ല. കർത്താവ് ഏകദേശം 40 ദിവസത്തോളം പുനരുദ്ധാനത്തിന് ശേഷമുള്ള പ്രത്യക്ഷതയിലൂടെ വ്യക്തത മനസ്സിലാക്കിയ കൊടുത്തു തൻ്റെ ശിഷ്യന്മാർക്ക്. അവർ ഒരു സായം സന്ധ്യയെങ്കിൽ തെബരിയാസ് കടലിൻ്റെ തീരത്തിരുന്നു. 40 വർഷമായി നമ്മളിത് 40 ദിവസമായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി എന്ത് എന്നവർ ചോദിച്ചു. വാട്ട് നെക്സ്റ്റ്? അപ്പോൾ പത്രോസ് കയറി ഒരു അഭിപ്രായം പറഞ്ഞു. വേണ്ടതിനും വേണ്ടാത്തതിനും അഭിപ്രായം പറയുന്നവർ നമ്മുടെ കൂട്ടത്തിലുമുണ്ട്, ഏത് രാഷ്ട്രീയത്തിലുമുണ്ട്, ഏത് സഭയിലുമുണ്ട്. പത്രോസ് കയറി പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം വിജയത്തിനുള്ള വഴി. എന്താ അദ്ദേഹം പറഞ്ഞു കൊടുത്തതെന്നറിയാമോ? പരിചയമുള്ള തൊഴിലിലേക്ക് മടങ്ങിപ്പോകുക. മുന്നോട്ട് പോകാനല്ല പറഞ്ഞ, പുറകോട്ട് പോകാൻ, മടങ്ങുക. അതുപോലെ തന്നെ പരിചയമുള്ള തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുക. മുമ്പായിരുന്ന ഇടത്തേക്ക് തന്നെ നമുക്ക് പോകാം. മുൻപ് ഉണ്ടായിരുന്ന അനുഭവപരിചയ സമ്പത്തുണ്ടല്ലോ, അത് കൊയ്തെടുത്താൽ വിജയം നിശ്ചയം. വികാരജീവിയായിരുന്ന പത്രോസും ഏത് കേട്ടാലും അതിൻ്റെ യാഥാർത്ഥ്യത മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആണിപ്പഴത്തിൽ വിരലിട്ട് കണ്ടാൽ പോരാ, വിരലിട്ടെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞ തോമാസും നഥനിയേലും കസേരമോഹികളായിരുന്ന കർത്താവിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മക്കളും പിന്നെ പേര് പറയപ്പെടാതെ വേറെ 2 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ 7 പേർ ഒരുമിച്ച് കൂടിയിരുന്ന് ഒരു സമരിയിലാണ് ഈ തീരുമാനമെടുത്തത്. പരിചയമുള്ള തൊഴിലിലേക്ക് പോവുക, പരിചയമുള്ള തൊഴിൽ മേഖലയിലേക്ക് പോവുക, മടങ്ങിപ്പോവുക. മുന്നോട്ടല്ല, അവർ പുറമോട്ടാണ്. ഇപ്പോഴും ഉണ്ടല്ലോ, കൂട്ടയോട്ടം ഓടുമ്പോൾ മുന്നോട്ട് ഓടുമ്പോൾ കുറേ പേര് പുറമോട്ട് ഓടും. അവരെല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ളത് എന്ന് പറഞ്ഞ പോലെ മുൻപോട്ടല്ല പോകേണ്ടത്, വാപ്പസി പുറകിലോട്ട് പോരാനായിട്ട്. ഈ മനോഭാവം കൊണ്ട് പുരോഗമനം നമുക്കൊരു കാലത്തും ഉണ്ടാകുകയില്ല. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? അവർ നല്ല അനുഭവ പരിചയ സമ്പത്തുള്ളവർ, പരിചയമുള്ള തൊഴിൽ മേഖലയിൽ രാത്രി മുഴുവൻ പരതി. വലിയ അത്ഭുതമുണ്ടായി. ഞങ്ങളുടെ ഈ മട്ടക്ക് പറയുന്നത് പോലെ ഒരു പൂജാമ്പൂ പോലും കിട്ടിയില്ല. ഒരു പൂഞ്ഞാൻ പോലും കിട്ടിയില്ല. ക്ഷീണിച്ചു. നാളത്തെ ദിവസം സമൃദ്ധമാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട് പോയവർ നിരാശയോടെ കിടക്കുമ്പോൾ മടങ്ങി വരുന്നു. ഉടനെ കരയ്ക്ക് നിന്നുകൊണ്ട് ഒരാൾ ചോദിക്കുക, എടാ പോയിട്ട് എന്നാ കിട്ടി? ഒരുത്തൻ്റെ ക്ഷമയെ പരിശോധിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളായിരുന്നില്ല അത് എന്നോ പറയുമെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട.
ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അവരവർ നിസ്സഹായത വെളിപ്പെടുത്തിയപ്പോൾ അവരുടെ ഭോഷത്വങ്ങളെ ക്ഷമിച്ച് പറഞ്ഞു, നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ വല അവിടോട്ട് ഇറക്കാൻ പറഞ്ഞു. പെരുത്ത മീൻകൂട്ടം അതിനകത്ത് വന്നു. അവർ വരയ്ക്ക് വരച്ച് കയറി. ക്ഷീണിച്ചിരുന്നവർ പിന്നെയും കഠിനാധ്വാനത്തിനായിട്ടാണ് കർത്താവ് അയച്ചത്. അവർ കരയ്ക്ക് വന്നപ്പോൾ ഒരുക്കപ്പെട്ടതായുള്ള ഭോജ്യങ്ങളുമായി കാത്തു നിൽക്കുന്ന കർത്താവിനെയാണ് കണ്ടത്. അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ എത്ര മണ്ടത്തരങ്ങൾ കാണിച്ചാലും, എത്ര യോഗങ്ങൾ വന്നിരുന്നേച്ച് മാനസാന്തരപ്പെടാതെ പോയാലും, നമ്മളെ വീണ്ടും സ്നേഹിക്കുന്ന കർത്താവിനെ നാം തിരിച്ചറിയണം. ഈ വർഷത്തെ കൺവെൻഷനിലൂടെ നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. ആ വലിയ ഒരു ലക്ഷ്യം നാം കണ്ടെത്തണം. എന്നാൽ ഈ പുള്ളികളെല്ലാം പിന്നെ സ്വർഗാരോഹണം കഴിഞ്ഞേച്ച്, ഞാനും എൻ്റെ വാക്കുകൾ വളരെ ചുരുക്കട്ടെ, സ്വർഗാരോഹണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരുമിച്ചൊന്ന് കൂടി കടൽത്തീരത്തല്ലായിരുന്നു, ഉറുശലേമിലായിരുന്നു. ഉറുശലേമിൽ അവിടെ അവർ കൂടിയപ്പോൾ കർത്താവിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു അവിടെ. ഈ 7 പേരോട് കൂടെ കർത്താവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. വിശ്വാസ സമൂഹം അവിടെ കൂടി. അപ്പോൾ അവർ അന്നേരം ചോദിച്ചു പഴയ ചോദ്യം, ഇനി എന്ത്? ഇതുവരെ ദിവസവും പ്രത്യക്ഷത കണ്ടുകൊണ്ടിരുന്നവർ ഇനി ഈ പ്രത്യക്ഷത നഷ്ടപ്പെട്ടിരിക്കുന്ന, അവൻ സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നു, ഇനി എന്ത്? ആ ചോദ്യം ചോദിച്ചപ്പോൾ ദൈവാത്മാവിൻ്റെ ശബ്ദത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. ഉടനെ ആരും അഭിപ്രായം പറയാൻ ചാടിയില്ല. പരാജയത്തിന് പഴയ അനുഭവം അവരുടെ മധ്യത്തിലുണ്ട്. അപ്പോൾ ദൈവാത്മാവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ പാർക്കണം, ഓടിപ്പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ പാർക്കണം, പരിശുദ്ധാത്മശക്തി പ്രാപിക്കണം, ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകുക. അതാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെയും ധന്യതയുടെയും മാനവികതയിലേക്കുള്ള മടക്കി വരവിൻ്റെയും അനുഭവം നാം പ്രത്യേകിച്ച് ഓർക്കണം. ദൈവം നമ്മെ ഒരേ ശ്വാസബന്ധത്തിലാണ് സൃഷ്ടിച്ചത്. അവൻ്റെ ശ്വാസം നമ്മിൽ ഊതി നമുക്ക് ജീവൻ നൽകി. ഈ പ്രപഞ്ചത്തിലുള്ള ഈ മണ്ണിനകത്ത് കിടക്കുന്ന ധാതുക്കൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഈ ശരീരം. ആ ശരീരത്തിലെ ധാതുക്കളുടേതായിരിക്കുന്ന നില ഒന്ന് മാറിയാൽ രോഗികളായി ഡോക്ടർമാർ ചെയ്യുന്നത് ആ ധാതുക്കൾ വീണ്ടും പഴയ രീതിയിൽ സെറ്റ് ചെയ്യുന്നതല്ലാതെ മറ്റൊന്നും അവരെ കൊണ്ട് കഴിയുകയില്ല. അതേ, ഈ മണ്ണിൽ നിന്ന് നമുക്ക് രൂപം നൽകി, നമ്മൾ ജീവശ്വാസം നമ്മെ നൽകി, നമുക്കൊരു വ്യക്തിത്വം നൽകിയ ദൈവം നിത്യതയോളം നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അവൻ്റെ മഹാപ്രത്യക്ഷ നാളിൽ അവൻ നമ്മെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ, നമ്മെ പേർ ചൊല്ലി അറിയുന്ന ദൈവം നമ്മെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ പ്രതികരിപ്പാൻ കഴിവുള്ളതായ ഒരു വ്യക്തിത്വം നമുക്ക് നിത്യതയോളം നൽകിയിട്ടുണ്ട് എന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എത്ര വലിയൊരു ധന്യതയാവുന്നു ദൈവം നൽകിയിരിക്കുന്നത്. പഴയ തൊഴിലേക്ക് ഓടിപ്പോകാനായിട്ടല്ല, മുൻപുള്ളതിനെ ആഞ്ഞുകൊണ്ട് പഴയതിനെയെല്ലാം മറന്ന് ഞാൻ ഓടുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ മുൻപോട്ടുള്ളതായുള്ള ഗമനത്തിൻ്റെ ആവശ്യമായുള്ള പ്രചോദനം ഉൾക്കൊള്ളുവാൻ ഈ കൺവെൻഷൻ ഇടയായിത്തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നമ്മളോട് കൂടെയുള്ള ജനപ്രതിനിധികളോടൊരു അപേക്ഷ മാത്രം. പമ്പാ നദിയുടെ വിവിധ പ്രോജക്റ്റുകളെക്കുറിച്ചൊക്കെയും മീഡിയയിൽ കൂടെ കേൾക്കുന്നുണ്ട്, പത്രങ്ങളിൽ കൂടെ കേൾക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാകുമ്പോൾ ഈ മണപ്പുറത്തിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം ഒരു ഭദ്രത ഉണ്ടാക്കി തരുന്ന കാര്യം കൂടി നിങ്ങൾ പരിചരിച്ചു വന്നു വരികിൽ നന്നായിരുന്നു. അഭ്യർത്ഥനയല്ല, നന്നായിരുന്നു എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. യെഹെസ്കേൽ പ്രവചനം 37:1 മുതൽ 14 വരെ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്,
മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവരോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ചു. നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾക്ക് ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്തത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Your Grace, Dr. Ma Thoma Metropolitan, Your Grace, Metropolitan Emeritus Mark Chrysostom, President of MTEA, Reverend Thomas Ma Timotheus, distinguished bishops and leaders of society and government, leaders of the church and all the people of God gathered here, I greet you warmly in the name of the crucified Messiah, the risen Lord, and the ascended Savior Jesus Christ. Amen. അഭിവന്യ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനി, അഭിവന്യ വലിയ മെത്രാപ്പൊലിത്ത ക്രിസോസ്റ്റം തിരുമേനി, അഭിവന്യ തോമസ് മാർ തിമത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, അഭിവന്യരായ തിരുമേനിമാരെ, സഭാ നേതാക്കന്മാരെ, ദൈവജനമേ, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനും നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനും നമുക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്തവനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വന്ദനം ചെയ്യട്ടെ. I bring you greetings from the 27 member churches of the South African Council of Churches, as well as the Methodist people in the 6 countries that make up the conference from which I come, in Botswana, in Lesotho, in Mozambique, in Namibia, in Swaziland, and in South Africa. ദക്ഷിണാഫ്രിക്കയിലെ സഭകളുടെ കൗൺസിലിൻ്റെയും അതോടൊപ്പം 6 രാഷ്ട്രങ്ങളിലായി പടർന്നു കിടക്കുന്ന മെത്തഡിസ്റ്റ് സഭാ കൂട്ടായ്മയുടെയും അങ്ങനെ 27 സഭാ വിഭാഗങ്ങളുടെ എല്ലാവരുടെയും സ്നേഹപൂർവമായ വന്ദനം
ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. I bear witness that here today we stand on holy ground. ഇതാ നാം നമ്മുടെ കാലുകൾ നിൽക്കുന്നത് വിശുദ്ധയിടത്താണ്. This is a place where many prayers have been said, tears shed, joy celebrated, and commitment made by those who are here before us. അനവധി പ്രാർത്ഥനകൾ അർപ്പിക്കപ്പെടവും നിരവധി കണ്ണീർ കണങ്ങൾ വീണയിടവും അതോടൊപ്പം അനേക ജീവിതങ്ങൾ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഇടവുമാണ് നാം ഈ നിൽക്കുന്ന ഈ മണ്ണ്. It is not holy ground because of our own making as human beings. മനുഷ്യർ എന്ന നിലയിൽ നമ്മുടേതായ എന്തെങ്കിലും പ്രവർത്തനം മൂലമല്ല ഈ മണ്ണ് വിശുദ്ധമായിരിക്കുന്നത്. It is holy ground because of what God does, as expressed in Psalm 133. 133 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഇത് ദൈവിക പ്രവർത്തനത്താൽ മാത്രമാണ് നാം ഇരിക്കുന്ന ഈ ഇടം വിശുദ്ധമായിരിക്കുന്നത്. Behold how good and pleasant it is when brothers dwell in unity. It is like precious oil on the head, running down the beard of Aaron, running down the collar of his robes. It is like the dew of Hermon, which falls on the mountain of Zion. For there the Lord has commanded the blessing, life forevermore. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. അത് വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹറോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹർമോന്യ മഞ്ഞു പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. This is the 120th Maraman Convention. ഇത് 120ാമത്തെ മാരാമൺ മഹായോഗം. That is a remarkable number. അത് വളരെ സവിശേഷതയുള്ള ഒരു വർഷം തന്നെ. That is very encouraging to know. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും അധികം പ്രചോദിപ്പിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭമാണിത്. But also it offers us an opportunity to look back, to celebrate and launch into the future. അതേസമയം നമ്മുടെ ജീവിതത്തിലേക്ക് കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവിക കൃപകളെ ധ്യാനിക്കുവാനും പുതിയ ആവേശത്തോടെ ധൈര്യത്തോടെ മുൻപോട്ടുള്ള ഭാവിയിലേക്ക് യാത്ര ആരംഭിക്കുവാനുമുള്ള നിമിഷം കൂടെയാണിത്. As we do this, I want to lift 3 things from the book of Ezekiel chapter 37. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ നിന്ന് 3 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. As people of God launch into a transforming journey with God of life. ജീവൻ നൽകുന്ന ദൈവത്തോട് ചേർന്നുള്ള രൂപാന്തരത്തിന്റെ ഒരു പ്രയാണത്തിൽ ദൈവജനം പങ്കുകാരാകുന്നതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Lord, may the meditations of my heart and the words of my mouth be acceptable to you, O Lord. Speak, we your servants are listening. In the name of the Father, and of the Son, and of the Holy Spirit. Amen. Amen. The context of this story is exile. ഈ കഥയുടെ പശ്ചാത്തലം ഇസ്രായേൽ മക്കളുടെ പ്രവാസത്തിൻ്റെതാണ്. Ezekiel has settled with his fellow exiles by the banks of the river Kebar. ബാബിലോണിലെ കെബാർ നദിയുടെ തീരത്ത് എഹെസ്കേലും പ്രവാസികളോട് ചേർന്ന് ജീവിതം ആരംഭിച്ചിരിക്കുകയാണ്. Together with the fellow exiles, he has experienced the circumstances of the life of exile. ജീവിതത്തിൽ സ്വന്തം രാജ്യത്ത് നിന്ന് നാടുകടത്തപ്പെടുന്നതിൻ്റെ അനുഭവം തന്നോട് കൂടെയുള്ളവരോട് ചേർന്ന് ഈ എഹെസ്കേൽ പ്രവാചകനും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. That life had an effect on their lives. ഈ പ്രവാസ ജീവിതം അവരുടെയൊക്കെ ജീവിതങ്ങളെ പ്രത്യേക തരത്തിൽ സ്വാധീനിച്ചിരുന്നു. Of course, Ezekiel knows that they are there because of the people's disobedience
to the covenant of God. ദൈവത്തിന്റെ ഉടമ്പടിയോടുള്ള അനുസരണക്കേട് കൊണ്ടാണ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത് എന്ന് എഹെസ്കേലിന് തിരിച്ചറിയാം. They disobeyed God of the covenant, who had carried them out of slavery like an eagle carrying her little ones. ഒരു കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്മേൽ വഹിക്കുന്നത് പോലെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ച ഇസ്രായേൽ മക്കൾ ആ ദൈവത്തിന്റെ ഉടമ്പടിയോട് അനുസരണക്കേട് കാണിച്ചു എന്നതാണ് ദുഃഖകരമായ വസ്തുത. They know, and they were told, as recorded in Exodus 19 verses 4 and 5. പുറപ്പാട് പുസ്തകം 19 അധ്യായം 4-5 വാക്യങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ദൈവം അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചതിനെ പറ്റി പ്രകാരം പറയുന്നു. I read, "You yourselves have seen what I did to Egypt, and how I carried you on eagle's wings and brought you to myself. Now if you obey me fully and keep my covenant, then you shall be my treasured possession." ഞാൻ മിസ്രൈമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. But now they have disobeyed and were now beginning to put their trust on other gods. എന്നാൽ ഇങ്ങനെ വിടുവിക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ ദൈവത്തോട് മറുതലിപ്പ് കാണിക്കുകയും അന്യ ദൈവങ്ങളിൽ തങ്ങളുടെ ആശ്രയം വയ്ക്കുകയും ചെയ്യുകയാണ്. They were beginning to put their trust on other gods who are promising to perform better than the God of life who had liberated them from slavery. അടിമത്തത്തിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ജീവന്റെ ദൈവത്തിൽ നിന്ന് മാറി അന്യദൈവങ്ങളെ ആരാധിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത് തങ്ങളെ വിടുവിച്ച ദൈവത്തെക്കാൾ ഏറെ മെച്ചപ്പെട്ട ദൈവങ്ങളാണ് മറ്റ് ദൈവങ്ങൾ എന്നുള്ള മിഥ്യാധാരണയാണ്. It is now there in the middle of that frustration and confusion that Ezekiel receives the call to prophesy. അതിഭയങ്കരമായ ഇച്ഛാഭംഗത്തിന്റെ മൂർധന്യ അവസ്ഥയിലാണ് ഈ ഇസ്രായേൽ മക്കളോട് തന്നെ ദൈവവചനം പ്രഘോഷിക്കുവാൻ എഹെസ്കേലിനെ ദൈവം നിയോഗിക്കുന്നത്. Scholars say it was 5 years after deportation. വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത് ഒരുപക്ഷെ അവരുടെ നാടുകടത്തലിന് ഏതാണ്ട് 5 വർഷത്തിന് ശേഷമായിരിക്കും എഹെസ്കേൽ ഇപ്രകാരം അവരോട് പ്രവചിക്കുന്നത് എന്നാണ്. Ezekiel had experienced exile and had seen the false promises of the false gods. ഇതാ ഈ എഹെസ്കേൽ പ്രവാചകനും പ്രവാസത്തിന്റെ എല്ലാവിധമായ ദുരിതങ്ങളും ദുരനുഭവങ്ങളും തന്റെ ജീവിതത്തിൽ സ്വാംശീകരിച്ച വ്യക്തിയാണ്. It is of special interest that God chose one from among the exiles to bring the message of hope. ഈ നാടുകടത്തപ്പെട്ട പ്രവാസികളുടെ മധ്യത്തിൽ നിന്ന് തന്നെ ഒരു വ്യക്തിയെ അവർക്ക് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സന്ദേശം നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്തു എന്നത് ഏറ്റവും ആശ്ചര്യകരമായ ഒരു വസ്തുതയാണ്. It is not the first time in the story of the Bible and in our stories through history that God chooses one amongst those in need to lead them to hope. വേദപുസ്തകത്തിലെയും ലോക ചരിത്രത്തിലെയും അനേക സംഭവങ്ങളിൽ ദൈവം ഇതേ പ്രകാരത്തിൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ കൂടെ കടന്നു പോകുന്നവരെ തന്നെ ആ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നുണ്ട്. You would know some of the names of those who rose from the place of need. ഇതേ അനുഭവത്തിൽ കൂടി കടന്നുപോയ അനേകരെ പറ്റി നമുക്ക് അറിയാവുന്നതാണല്ലോ. Your own Mahatma Gandhi, Mother Teresa, Martin Luther King Jr. and the South African Nelson Mandela. മഹാത്മാഗാന്ധി, മദർ തെരേസ, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, അതുപോലെ ദക്ഷിണാഫ്രിക്കയുടെ നെൽസൺ മണ്ടേല. But you may also know the stories of the mothers who went through life carrying their own little ones through difficult conditions. എന്നാൽ ഇതേപോലെ പേരുകൾ അറിയുകയില്ലെങ്കിലും തങ്ങളുടേതായ ജീവിതത്തിന്റെ എല്ലാവിധമായ പ്രതിസന്ധികളിലൂടെ തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി മുൻപോട്ട് സധൈര്യം നീങ്ങിയ അനേക അമ്മമാരെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. God chose mothers and fathers to raise little ones through poverty to become human beings. ദാരിദ്ര്യത്തിന്റെ തീക്ഷ്ണമായ അനുഭവങ്ങളിൽ കൂടെ യഥാർത്ഥ മനുഷ്യരാകുവാൻ തക്കവണ്ണം
കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ദൈവം മാതാപിതാക്കളെ നിയോഗിച്ചിട്ടുണ്ട്. And so exile is not only away from home soil. അതുകൊണ്ട് ഈ പ്രവാസം എന്ന് പറയുന്നത് പിറന്ന മണ്ണിൽ നിന്നുള്ള ഒരു മാറ്റം മാത്രമല്ല. Many a time people find themselves in exile right in their own community and sometimes in exile from themselves. അനേക വ്യക്തികൾ തങ്ങളുടേതായ സമൂഹത്തിനുള്ളിൽ തന്നെ ഒരു പ്രവാസത്തിന്റെയോ നാടുകടലത്തിന്റെയോ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടാകാം. Because pain has got power to carry you away from yourself and your own identity. എന്തുകൊണ്ടെന്നാൽ വേദന നമ്മുടേതായ ജീവിതത്തിന്റെ ആഴത്തിൽ നിന്നും നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നും തന്നെ നമ്മളെ വ്യത്യസ്തമാക്കുവാൻ അന്യവൽക്കരിക്കുവാനുള്ള വലിയ ഒരു സാധ്യതയുണ്ട്. Exile has got power to make you lose hope. പ്രവാസത്തിന് ജീവിതത്തിൽ പ്രതീക്ഷകളെ ഹനിക്കുവാനുള്ള ശക്തിയുണ്ട്. The book of Nehemiah gives us a better picture of what we are talking about here. നെഹമ്യാവിന്റെ പുസ്തകം ഈ ഒരു പ്രത്യേക കാര്യത്തെ പറ്റി നമുക്ക് കുറച്ചുകൂടെ വെളിച്ചം പകരുന്നുണ്ട്. It says the walls of Jerusalem were broken. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം വിവരിക്കുന്നു, യെരുശലേമിന്റെ മതിലുകൾ തകർന്നു കിടന്നു. And the enemies were coming in and out as they pleased. തങ്ങൾക്ക് തോന്നിയപ്പോഴൊക്കെയും അവരുടെ ശത്രുക്കൾ അവരുടെ പട്ടണത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു. People felt helpless and vulnerable. എപ്പോഴും നിസ്സഹായതയുടെയും തകർക്കപ്പെടലിന്റെയും അനുഭവത്തിൽ ജനതകൾ ജീവിച്ചിരുന്നു. They had lost identity and their valued places like the graves were destroyed. തങ്ങളുടേതായ സ്വത്വവും തങ്ങൾ ഏറ്റവും ആദരിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന തങ്ങളുടെ പൈതൃകത്തിന്റെ അടയാളമായ ശവകുടീരങ്ങളുമൊക്കെ ഈ ഇസ്രായേൽ മക്കൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. There in exile they cried and they wept. അവരുടെ പ്രവാസത്തിന്റെ കാലഘട്ടങ്ങളിൽ അവർ ഇതാ ദൈവത്തോട് കരയുകയാണ്, കണ്ണീരൊഴുക്കുകയാണ്. And one of their songs of pain is recorded in Psalm 137. അവരുടെ ജീവിതത്തിന്റെ ഈ തീവ്രമായ വേദനയുടെ ഒരു കാവ്യ ആവിഷ്കാരം 137 സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. By the rivers of Babylon, there we sat and wept when we remembered Zion. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. We hung our harps, for there our tormentors demanded songs of joy. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങൾ ഒന്ന് ചൊല്ലുവിൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ അതിന്റെ നടുവിലെ അലിർവൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. You know, when you are in exile, those who have power over you have a tendency to ridicule and expect you to dance and make them rejoice in your own pain. നാം പ്രവാസത്തിന്റെ അനുഭവത്തിലാകുമ്പോൾ അവിടെ നമ്മുടെ ശരീരങ്ങൾക്ക് മേൽ അധികാരമുള്ളവർ ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങളെയും ജീവചരിത്രങ്ങളെയും ശരീരങ്ങളെയും അപമാനിക്കുവാനും അവരുടെ ആനന്ദത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ അപമാനങ്ങളുടെ മധ്യത്തിൽ നൃത്തം ചെയ്യുവാനും സംഗീതം ആലപിക്കുവാനും നമ്മളോട് ആവശ്യപ്പെട്ടേക്കാം. Those who had power over them demanded, sing to us songs of joy. അവിടെ ബാബേലിലെ അധികാരികൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ആനന്ദത്തിന്റെ ഗീതങ്ങൾ ഞങ്ങൾക്ക് ആലപിക്കുക. But I like Nehemiah, for when he heard the news, he went down on his knees. എന്നാൽ നെഹമ്യാവ് ഇസ്രായേലിന്റെ ദുരവസ്ഥയെ പറ്റി കേൾക്കുമ്പോൾ മുട്ടിന്മേൽ വീണ് ദൈവത്തോട് കരയുകയാണ്. There he prayed and fasted for days. അനേക ദിനങ്ങൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും നെഹമ്യാവ് ചെലവഴിക്കുന്നു. I may not know what situation of helplessness and vulnerability you may be in today. ഒരുപക്ഷെ നിങ്ങൾ ഏത് തരത്തിലുള്ള നിസ്സഹായ അവസ്ഥയിലും തകർക്കപ്പെടലിന്റെ അവസ്ഥയിലുമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്, എനിക്ക് അറിയുവാൻ കഴിയുന്നില്ല. But when the world expects you to sing songs of joy to your own pain, എന്നാൽ ഈ ലോകം ഒരുപക്ഷെ നിങ്ങളോട് നിങ്ങളുടെ വേദനയുടെ മധ്യത്തിൽ ഈ ലോകത്തിന്റെ ആനന്ദത്തിനു വേണ്ടി നിങ്ങൾ ഗാനങ്ങൾ ആലപിക്കുവാൻ ആവശ്യപ്പെട്ടേക്കാം. take the tune for Nehemiah. ഇതാ ഈ നെഹമ്യാവിന്റെ ആ ശ്രുതി തന്നെ നിങ്ങൾ മീട്ടുക. Go down, pray and fast. നിങ്ങൾ നിങ്ങളുടെ മുട്ടുകളിലേക്ക് വീഴുക, പ്രാർത്ഥിക്കുക, ഉപവാസത്തിൽ ജാഗരിക്കുക. For there is God who listens. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നവനും യാചനകളെ അനുസരിക്കുന്നവരും ദൈവം ജീവിക്കുന്നു. There's God who wants to journey with you to life. ഈ ദൈവം ജീവനിലേക്ക് നിങ്ങളെ മടക്കിക്കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്ന ദൈവമാണ്. You know, sometimes exile can make you lose your voice.
and make you helpless and paralyzed. നിങ്ങളുടെ പ്രവാസത്തിന്റെ ജീവിതാനുഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ തളർത്തിക്കളഞ്ഞേക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗാനം, നിങ്ങളുടെ സ്വരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. There is a story of someone who was riding a bicycle. ഒരു സൈക്കിൾ സവാരി ചെയ്യുന്ന വ്യക്തിയെ പറ്റി പ്രകാരം ഞാൻ കേട്ടിട്ടുണ്ട്. And as he was riding down, he saw a snake raising its head on that small footpath. സൈക്കിൾ സഞ്ചരിക്കുമ്പോൾ ആ റോഡിന്റെ വശത്തായി ഒരു സർപ്പം അവിടെ നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. And he looked, and there on a branch of a tree was a bird sitting frozen with fear. അതോടൊപ്പം തൊട്ടടുത്ത ഒരു മരച്ചില്ലയിൽ ഒരു ചെറിയ കിളി അതാ അവിടെ നിശ്ചലയായിരിക്കുന്നു. The bird and the snake's eyes had connected, and the snake's eyes had paralyzed the bird. ഈ സർപ്പത്തിന്റെ തീക്ഷ്ണമായ ദൃഷ്ടി ആ കൊച്ചു പക്ഷിയുടെ ദൃഷ്ടിയുമായി ഒരു ബന്ധം സ്ഥാപിച്ചിരുന്നു. അതുകൊണ്ട് ഭയത്താൽ ആ പക്ഷി അനങ്ങുവാൻ കഴിയാതെ നിശ്ചലാവസ്ഥയിലിരിക്കുകയാണ്. This person writes, I jumped out of my bicycle. ഈ വ്യക്തി പറയുകയാണ്, ഞാൻ എൻ്റെ സൈക്കിളിൽ നിന്ന് ചാടി ഇറങ്ങി. I waved my hands. ഞാൻ എൻ്റെ കരങ്ങളെ അവിടെ വീശി. I picked up a stone and threw it and shouted. ഒരു കല്ലെടുത്ത് അവിടേക്ക് എറിഞ്ഞു, ശബ്ദമുണ്ടാക്കി. The snake lost contact with the bird's eyes. അതാ ആ സർപ്പം ആ പക്ഷിയുടെ കണ്ണുകളിൽ നിന്ന് അതിന്റെ ദൃഷ്ടി ഒന്ന് പതറി. As the snake was distracted, the storyteller says, ഇപ്രകാരമാണ് ആ കഥ പറയുന്നത്. ആ സർപ്പത്തിന്റെ ദൃഷ്ടി അവിടെ നിന്ന് മാറിയപ്പോൾ then the bird found its wings. ആ കഥ ഇപ്രകാരം പറയുന്നു, ആ പക്ഷിക്ക് അതിന്റെ ചിറകുകൾ കണ്ടെത്തുവാൻ സാധിച്ചു. It began to fly and it found its voice. അത് പറന്നുയർന്നു, അതിന്റെ മധുരമായ സ്വരം അതിനെ തിരികെ കിട്ടി. Because when we shift our focus from our pain, we focus on the everlasting of God. We find our voice and we connect with our wings to fly again. തീവ്രമായ വേദനയിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ദൃഷ്ടികൾ അവിടെ നിന്ന് മാറ്റി ജീവൻ നൽകുന്ന ദൈവത്തിലേക്ക് നാം പുനർക്രമീകരിക്കുമ്പോൾ ദൈവത്തിന്റെ ജീവദായകമായ ശക്തി നമ്മളിലേക്ക് ആവഹിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ ശക്തിയും നമ്മുടെ സ്വരവും നമുക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും. Like that person on the bicycle, Ezekiel is brought to the valley of dry bones to wave, to distract evil and to speak words of life. ആ സൈക്കിൾ സഞ്ചാരിയായ മനുഷ്യൻ അവിടെയുള്ള സാഹചര്യങ്ങളെ അസ്വസ്ഥമാക്കി ഒരു പുതിയ ജീവൻ നൽകിയതുപോലെ ഇന്ന് എസഖിയേലിനെയും എഹെസ്കേലിനെയും അവിടെയുള്ള ആ താഴ്വരയിലേക്ക്, അസ്ഥികൾ നിറഞ്ഞിരിക്കുന്ന താഴ്വരയിലേക്ക്, ആ താഴ്വരയുടെ ശ്മശാന മൂകതയെ ഒന്ന് അസ്വസ്ഥമാക്കുവാൻ ദൈവം ഉപയോഗിക്കുകയാണ്. He's brought to the valley of dry bones to draw the people's attention away from the paralyzing pain to focus on God of life. ജീവിതത്തെ തളർത്തിക്കളയുന്ന വേദനയുടെ അനുഭവത്തിൽ നിന്ന് ജീവന്റെ ദാതാവായ ദൈവത്തിലേക്ക് തങ്ങളുടെ ദൃഷ്ടികളെ ഉയർത്തുവാൻ തക്കവണ്ണം ആ മരണത്താഴ്വരയിൽ ദൈവത്തിന്റെ ആത്മാവ് എസക്കിയേൽ പ്രവാചകനോട് സംസാരിക്കുന്നു. As God puts him there, he asks him the question, can these bones live? ദൈവത്തിന്റെ ആത്മാവ് എഹെസ്കേലിനെ ആ താഴ്വരയിൽ നിർത്തുമ്പോൾ ആത്മാവ് എഹെസ്കേലിനോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? I like the first reaction. എഹെസ്കേലിന്റെ ആദ്യത്തെ പ്രതികരണം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. And I see it as the first invitation to acknowledge the life-giving hand of God. ദൈവത്തിന്റെ ജീവൻ നൽകുന്ന കരത്തെ തിരിച്ചറിയാനുള്ള, അംഗീകരിക്കാനുള്ള ഒരു ആഹ്വാനമായി ഞാൻ ആ ഒരു പ്രതികരണത്തെ കാണുകയാണ്. And like Ezekiel, we are also invited to acknowledge the life-giving hand of God. എഹെസ്കേലിനെ പോലെ ദൈവത്തിന്റെ ജീവൻ നൽകുന്ന കരത്തെ ഒന്ന് തിരിച്ചറിയുവാനും അംഗീകരിക്കുവാനും ദൈവം ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. We notice in this story that it is God who does the leading to life. ഇവിടെ ജീവനിലേക്കുള്ള ആ മടങ്ങി വരവിന് കാരണമാകുന്ന ദൈവമാണ്. The passage opens with the words, the hand of the Lord was upon me, and he brought me out in the spirit of the Lord and set me down in the middle of the valley. 37-ാം അധ്യായം ആരംഭിക്കുന്ന ഇപ്രകാരമാണ്, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. It was God leading Ezekiel, and Ezekiel acknowledges it. ഇതാ ദൈവത്തിന്റെ ആത്മാവ്
യെഹെസ്കേലിനെ അവിടേക്ക് നയിക്കുകയാണ്. ദൈവത്തിൻ്റെ ആ ഒരു നടത്തിപ്പിനെ യെഹെസ്കേൽ അംഗീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. He realized that he did not go on his own, but there was power that took him to the middle of the valley. അവൻ തനിയെ അവിടെ പോവുകയല്ല, എന്നാൽ തനിക്ക് അതീതമായ ദൈവത്തിന്റെ കരം തന്നെ അവിടേക്ക് നയിക്കുകയാണ്. God of creation likes to be acknowledged. ദൈവത്തിന്റെ സർവാതിശായത്തെ നാം അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. And Ezekiel was fully aware of the divine nature. ഈ ദൈവത്തിന്റെ പ്രത്യേകമായ സ്വഭാവത്തെ പറ്റി യെഹെസ്കേലിന് വളരെ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. He realized that he did not choose the valley. യെഹെസ്കേലിന് തിരിച്ചറിയുകയാണ്, ഈ താഴ്വരയിലെ വാസം താൻ തിരഞ്ഞെടുത്തതല്ല. He realized that he was carried to the valley by the Spirit of God for the purpose of God. ദൈവത്തിന്റെ ഉദ്ദേശ നിവൃത്തിക്ക് വേണ്ടി ഈ താഴ്വരയിലേക്ക് ദൈവം തന്നെ അവിടെ നയിക്കുകയാണ് എന്ന് എസെക്കിയേൽ മനസ്സിലാക്കുന്നു. I do not know what valley of life you may find yourself in. ഇന്ന് നിങ്ങൾ ജീവിതത്തിന്റെ ഏത് താഴ്വാരങ്ങളിലാണ് നിങ്ങളെ തന്നെ കണ്ടെത്തുന്നതെന്ന് എനിക്ക് അറിയുവാൻ കഴിയുകയില്ല. But I want to plead with you to recognize that most of the time you did not take yourself to that valley. എന്നാൽ നിങ്ങളോട് ഞാൻ കേണപേക്ഷിക്കുകയാണ്, നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ തന്നെയല്ല നിങ്ങളെ ആ താഴ്വരയിൽ എത്തിച്ചിരിക്കുന്നത്. Stop blaming yourself and shift the focus from the pain to the loving nature of God. നിങ്ങൾ നിങ്ങളെ തന്നെ പഴി പറയുന്നത് അവസാനിപ്പിക്കുക, എന്നാൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, ദൈവിക ദൃഷ്ടിയിലേക്ക് നിങ്ങളുടെ ദൃഷ്ടികളെ ഉയർത്തുക. It was Grace Matthew, a lady from Kenya who teaches in the United States of America, who used a phrase that captured my imagination. എൻ്റെ ഭാവനയെ ഏറ്റവും അധികം വളരെയധികം സ്പർശിച്ച ഒരു വാക്കുകൾ ഈ ഗ്രേസ് ഇമാത്യു എന്ന വ്യക്തി, കെനിയക്കാരിയായ ആ വ്യക്തി പറഞ്ഞിട്ടുണ്ട്. She says we must realize that even we are not the carriers of the gospel, but the gospel carries us. അവർ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്, നാം ദൈവത്തിന്റെ സദ്വർത്തമാനത്തിന്റെ വാഹകരല്ല, എന്നാൽ ഈ സദ്വർത്തമാനം നമ്മുടെ വാഹകരാണ്. It is not us who carry the good news to other people, but what God is doing carries us to bring about change that God wants. ദൈവത്തിന്റെ സദ്വർത്തമാനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് നാമല്ല, എന്നാൽ ഈ സദ്വർത്തമാനം നമ്മെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നത്. It is what God does in us and through us that has the power to lift others up. മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും തക്കവണ്ണം നമുക്ക് ശക്തി പകരുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. We are carried by what God is doing in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തി മൂലം ഈ ദൈവം നമ്മെ കരങ്ങളിൽ വഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. We only join God what he does in others. നമ്മുടെ ജീവിതത്തിൽ ദൈവം മറ്റുള്ളവരിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ നാം ദൈവത്തോട് പങ്കുചേരുക മാത്രമാണ് ചെയ്യുന്നത്. The work of creation, the work of transformation, the work of justice, the work of mercy is the domain of God. സൃഷ്ടിയുടെയും രൂപാന്തരത്തിന്റെയും കരുണയുടെയും രൂപാന്തരത്തിന്റെയും എല്ലാം പ്രവർത്തനം ദൈവത്തിൻ്റെത് മാത്രമാണ്. And God smiles when we join him in that activity. ദൈവത്തിന്റെ ഈ വലിയ പ്രവൃത്തിയിൽ നാം ദൈവത്തോട് പങ്കുചേരുമ്പോൾ ദൈവം സന്തോഷത്തോടെ നമ്മോട് പുഞ്ചിരിക്കുകയാണ്. Don't think the task is too, because it is not you who is going to do it. ഒരിക്കലും നമ്മുടെ ഈ പ്രവർത്തനത്തിലുള്ള നമ്മുടെ മുൻപിലുള്ള ഈ ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് ചിന്തിക്കരുത്, കാരണം ഇത് നാമല്ല ചെയ്യാനിരിക്കുന്നത്. You only join God in what God is doing, and God will continue to do with or without us. ദൈവം ചെയ്യുന്ന പ്രവൃത്തിയിൽ നാം ദൈവത്തോട് പങ്കുചേരുകയാണ്. നാം ഇല്ലെങ്കിലും ദൈവത്തിന് ഈ പ്രവൃത്തി ചെയ്യുവാൻ, അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. On many holy mountains and down the valleys and places, people have over the centuries joined God to cry and weep with God. അനേക വിശുദ്ധ പർവ്വതങ്ങളിലും അനേക അന്ധകാര താഴ്വരകളിലും അനേക ദൈവത്തിന്റെ ജനം ദൈവത്തോട് കരയുവാനും പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് പങ്കുചേർന്നിട്ടുണ്ട് എന്ന് ഉള്ള വസ്തുത നമ്മെ ധൈര്യപ്പെടുത്തുന്നു. Ezekiel knew it. Ezekiel acknowledged it. For when he was asked, can these bones live? He responds, oh sovereign Lord, you alone know. ദൈവത്തിന്റെ ഈ പ്രവർത്തനത്തെ പറ്റി യെഹെസ്കേലിന് പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന് യെഹെസ്കേൽ യഹോവയായ കർത്താവേ, അവിടുന്ന് നീ അറിയുന്നു എന്നുള്ള ഉത്തരം മാത്രം പറയുന്നത്.
The second invitation is to see what is beyond the ordinary. രണ്ടാമത്തെ ദൈവത്തിന്റെ അല്ലെങ്കിൽ ഈ ഭാഗത്തെ ആഹ്വാനം നമ്മുടെ സാധാരണ കാഴ്ചകളുടെ സാധാരണത്വത്തിൽ നിന്ന് അതിന് അപ്പുറത്തേക്കുള്ള ഒരു കാഴ്ചയ്ക്കുള്ള ആഹ്വാനമാണ്. There down the valley, Ezekiel saw the dry bones. അതാ ഈ ഒരു താഴ്വരയിൽ യെഹെസ്കേൽ കാണുന്നത് ഉണങ്ങിയ അസ്ഥികളെയാണ്. And he saw that they were many and they were very dry. അത് അനവധിയായിരുന്നു, ഏറെയായിരുന്നു. അതുമാത്രമല്ല അത് ഏറ്റവും ഉണങ്ങിയ അസ്ഥികളായിരുന്നു. You know, seeing and looking are two different things. കാണുക എന്നതും കാഴ്ചയുടെ അനുഭവം രണ്ട് നോക്കുക എന്നതും കാണുക എന്നതും രണ്ടും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. You may look at me but not see who I really am. ഒരുപക്ഷെ നിങ്ങൾ എന്നെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നുണ്ടായിരിക്കാം, എങ്കിലും ഞാൻ യഥാർത്ഥത്തിൽ ആര് എന്ന് നിങ്ങൾ കാണുന്നില്ലായിരിക്കും. I may look at all these people and not understand what they are really for here. ഒരു പക്ഷേ നാം തിരിഞ്ഞ ചുറ്റുപാടുമൊക്കെ നോക്കി എല്ലാവരെയും ഒന്ന് വീക്ഷിക്കുമായിരിക്കാം, എന്നാൽ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നവർ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുകയുമില്ല. I may not even know who they are. എന്നാൽ ആരാണ് ഇവർ, യഥാർത്ഥത്തിൽ ആരാണ് എന്ന് നാം മനസ്സിലാക്കുന്നില്ലായിരിക്കാം. It is only when I take time to allow what I see to penetrate me and be in conversation with me. ഞാൻ കാണുന്ന എൻ്റെ കാഴ്ച, ആ കാഴ്ചയുടെ വസ്തു എന്നിലേക്ക് പ്രവേശിക്കുകയും അതിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് എൻ്റെ കാഴ്ചയായി മാറുന്നത്. On this occasion of celebrating the 120th conversion, we are invited to pause and see what we are looking at. 120ാമത്തെ മാരാമൺ മഹായോഗത്തിന്റെ ഈ അനർഘമായ സന്ദർഭത്തിൽ ഒരു നിമിഷം ഒന്ന് നിന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ കാഴ്ച എന്ത്, നാം എന്ത് കാണുന്നു എന്ന് തിരിച്ചറിയുവാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. Seeing requires time. കാഴ്ച എന്നതിന് ഏറെ സമയം ആവശ്യമാണ്. Ezekiel spent time with the bones and he walked up and down seeing the bones. താഴ്വാരങ്ങളിലെ അസ്ഥികളുടെ മധ്യത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ സമയം ചെലവഴിക്കുകയാണ്. മുൻപോട്ടും പുറകോട്ടും അവിടെ നടക്കുകയാണ് അസ്ഥികളുടെ ഇടയിൽ കൂടെ. He entered into a conversation with God to understand what these bones were all about. ഈ അസ്ഥികൾ എന്താണ് എന്നതിനെ പറ്റി ദൈവവുമായുള്ള ഒരു സംഭാഷണത്തിലേക്ക് യെഹെസ്കേൽ പ്രവേശിക്കുന്നു. Sometimes it is easy to live in the same home with people and fail to understand who they are. ഒരുപക്ഷെ നമുക്ക് പരിചിതമായ ഇടങ്ങളിൽ നമ്മുടെ ഭവനത്തിൽ തന്നെ നമുക്ക് പരിചിതമായ ആളുകളോട് ചേർന്ന് സഹവസിക്കുകയും എന്നാൽ അവരാരെന്ന് തിരിച്ചറിയാതിരിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. Sometimes it may be easy to live in the same community with the people and fail to understand who they are and what their pain is. നമുക്ക് പരിചിതമായ ഒരു സമൂഹത്തോടൊപ്പം താമസിക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ആ സമൂഹം എന്താണെന്നും ആരാണെന്നും അതിന്റെ ആവശ്യം എന്താണെന്നും തിരിച്ചറിയാതെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. Sometimes you may live in the same country and not understand and appreciate one another. You look and you do not see. ഒരുപക്ഷെ നാമൊക്കെ ഈ രാജ്യത്തിൽ തന്നെ താമസിക്കുകയാണ്, എന്നാൽ പരസ്പരം നോക്കുവാനോ യഥാർത്ഥത്തിൽ കാണുവാനോ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെയും മറ്റുള്ളവരെയും ആവശ്യമെന്തെന്ന് തിരിച്ചറിയുവാനോ നമുക്ക് കഴിയാറില്ല. In my own country, South Africa, many of the poor people were blamed for laziness, that they were poor because they are lazy. എൻ്റെ രാജ്യമായ ദക്ഷിണാഫ്രിക്കയിൽ അവിടെയുള്ള പരശതമായ ദരിദ്രരായ ആളുകളോട് ജനതകളോട് അവരുടെ അലസത മൂലമാണ് അവർ ദാരിദ്ര്യത്തിൽ ആയിരിക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. It was until the prophets of the day pointed to the system that made people poor. എന്നാൽ അന്നത്തെ പ്രവാചകന്മാർ, ആ കാലഘട്ടത്തിന്റെ പ്രവാചകന്മാർ എങ്ങനെയാണ് അവിടുത്തെ സാമൂഹിക ക്രമം ഇവരെ ദാരിദ്ര്യത്തിൽ നിലനിർത്തുന്നത് എന്ന് കാണിച്ചു തരുന്നവരെയും ആ കാഴ്ച ഞങ്ങൾ കന്യമായിരുന്നു. It is only when we pause and seek to understand that there is a world economic system that traps people in poverty. ഈ ദാരിദ്ര്യത്തിൽ ജനകോടികളെ നിരന്തരം നിലനിർത്തുന്ന ഒരു സാമ്പത്തിക ക്രമം ഇവിടെ നിലനിൽക്കുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് സമയം ചെലവഴിച്ച് ഞങ്ങൾ ആ കാഴ്ചയെ ഞങ്ങളുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിച്ചപ്പോൾ മാത്രമാണ്. A lot can be done, but some will never break from the cycle of poverty. എന്തെങ്കിലും വളരെ സാരമായി ഈ ലോകക്രമത്തെ രൂപാന്തരപ്പെടുത്തുവാനും മാറ്റിമറിക്കുവാനും ശ്രമിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും ഈ ദരിദ്ര ജനതകൾ അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. Until many of us, those who believe, may begin to walk in a transforming journey with God
to understand what needs to be done. ദൈവത്തോട് ചേർന്നുള്ള ജീവൻ നൽകുന്ന രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രയാണത്തിൽ പങ്കുചേരുമ്പോൾ മാത്രമാണ് ഈ ഒരു ലോകക്രമത്തിന് സാമ്പത്തിക ക്രമത്തിന് രൂപാന്തരം വരുത്തുവാൻ സാധിക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുവാൻ തുടങ്ങി. Many people are down the valley of life. ജീവിതത്തിന്റെ അന്ധകാരത്തിന്റെ താഴ്വാരങ്ങളിലാണ് ഇന്ന് അനേക ജനതകൾ. They bow down under the weight of poverty, disease and lack of access to quality life. ദാരിദ്ര്യത്തിന്റെയും രോഗത്തിന്റെയും നല്ല ജീവിത രീതികളുടെ അപര്യാപ്തതയുടെയും ആ വലിയ താഴ്വാരങ്ങളിൽ അവരെല്ലാം അടിമത്തത്തിലാണ്. It is in verse 11 that God begins to interpret what is happening. 11-ാമത്തെ വാക്യത്തിൽ ദൈവം ഇതാ അവിടെ സംഭവിക്കുന്നതിനെ ഒന്ന് വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുന്നു. And he says, Son of man, these bones are a symbol for the whole nation of Israel, who are crying and saying, we have lost hope, we are feeling cut off. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു എന്ന് ദൈവം യെഹെസ്കേലിനോട് വ്യാഖ്യാനിക്കുകയാണ്. Every now and again God invites his people to go with him down the valley. പലപ്പോഴും ദൈവം തന്റെ ജനത്തോട് ഈ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ആവശ്യപ്പെടുകയാണ്. But not going as tourists, but going as intentionally wanting to see what is down the valley. എന്നാൽ ഈ താഴ്വാരങ്ങളിലേക്കുള്ള യാത്ര വെറും വിനോദയാത്രയല്ല, എന്നാൽ താഴ്വാരങ്ങളിലെ ജീവിതാനുഭവത്തിന്റെ തീവ്രത തിരിച്ചറിയുവാനുള്ള പുതിയ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു നിയോഗത്തിന്റെ യാത്രയാണ്. God is inviting his beloved people to go with him down the valley. താൻ സ്നേഹിക്കുന്ന തന്റെ ജനത്തെ ഈ ജീവിതത്തിന്റെ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. So that many may begin to be healed from diseases that can be healed. എന്തുകൊണ്ടെന്നാൽ അനേകർ രോഗത്തിന്റെ പിടിയിലായിരിക്കുന്ന അനേകർക്ക് ഒരു സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് അവർ രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. So that many may find food which finds its way into rubbish bins in many homes. അനേക ഭവനങ്ങളിൽ പട്ടിണിയുടെ അനുഭവത്തിൽ നിന്ന് ജീവിതത്തിന്റെ സമൃദ്ധിയുടെ സന്തോഷത്തിന്റെ ഒക്കെ അനുഭവത്തിലേക്ക് ദൈവം തന്റെ ജനത്തെ ക്ഷണിക്കുകയാണ്. So that many may have access to quality education and quality health care. ഈ താഴ്വാരങ്ങളിൽ അന്ധകാരത്തിൽ അടിമത്തത്തിലായിരിക്കുന്നവർ ഗുണമേന്മയുള്ള ജീവിതത്തിലേക്കും ആരോഗ്യത്തിലേക്കും വിദ്യാഭ്യാസത്തിലേക്കും അവരെ നടത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അവിടേക്ക് നിയോഗിച്ചയക്കുകയാണ്. Unless we allow ourselves to see what God sees. ദൈവം കാണുന്നതിനെ കാണുവാൻ നമ്മെ തന്നെ നാം അനുവദിക്കുന്നില്ല എങ്കിൽ it is possible to be down the valley together with others and only see yourself. പലപ്പോഴും ഈ താഴ്വരയിൽ പോയി കഴിഞ്ഞാലും നാം നമ്മെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ താഴ്വരയിലെ സംഭവങ്ങൾ അവസ്ഥകൾ കാണുവാൻ നമുക്ക് കഴിയുകയില്ല. There is an English word, narcissistic. നാർസിസിസ്റ്റ് എന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് ഉണ്ട്, അല്ലെങ്കിൽ വ്യക്തി താല്പര്യം, വ്യക്തിയോടുള്ള ആരാധന, സ്വയ ആരാധന എന്നാണ് അതിന്റെ അർത്ഥം. Someone told me that it comes from Greek mythology. ഇത് ഗ്രീക്ക് പുരാണത്തിൽ നിന്നാണ് ഈ വാക്കിന്റെ ഉത്ഭവം എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. It says there was once a very handsome young man whose name was Narcissus. നാർസിസസ് എന്ന പേരോട് കൂടിയ വളരെ സുഭഗനായ ഒരു യൗവനക്കാരനുണ്ടായിരുന്നു. He was very beautiful but had never seen his face because there were no mirrors at the time. അതിസുന്ദരനായ ഈ ചെറുപ്പക്കാരൻ തന്റെ മുഖം ഒരിക്കലും കണ്ടിട്ടില്ല എന്ന്, കാരണം അന്നത്തെ കാലത്ത് ദർപ്പണങ്ങൾ നിലവിലില്ലായിരുന്നു. One day he walked into the forest and saw his face in a pool of water. ഒരിക്കൽ ഒരു കാട്ടിലൂടെ നടക്കുമ്പോൾ തന്റെ മുഖം അവിടെയുള്ള ഒരു തടാകത്തിലെ സ്വച്ഛമായ ജലത്തിൽ അതിന്റെ പ്രതിബിംബം കാണുവാനിടയായി. He came nearer and began to see his reflection and became in love with it. ഈ തടാകത്തിലെ തന്റേതായ പ്രതിബിംബത്തിൽ അത് കാണുകയും അതുമായി ഒരു ആത്മബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. As he walked towards his beautiful face, he fell into the pool and drowned. ഈ ഒരു മനോഹരമായ മുഖം അടുത്ത് കാണുവാൻ ശ്രമിക്കുമ്പോൾ ഈ മനുഷ്യൻ തന്നെ, ഈ യൗവനക്കാരൻ ആ തടാകത്തിലേക്ക് വീണ് അവിടെ മുങ്ങി മരിക്കുകയാണ്. When you see only yourself, you can drown in your own beauty. നിന്റെ ജീവിതം നിന്റെ സ്വയം മാത്രമാണ് നീ കാണുന്നുവെങ്കിൽ നിന്റെ സ്വയത്തിന്റെ സൗന്ദര്യത്തിൽ ഒരുപക്ഷെ നീ മുങ്ങി മരിച്ചേക്കാം. And lose sight of the beauty of God all around us.
നമുക്ക് ചുറ്റുപാടുമുള്ള ദൈവത്തിന്റെ ഈ വലിയ സൗന്ദര്യത്തെ കാണുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ വന്നേക്കാം. When you begin to see beyond yourself, you begin to engage with what is beyond yourself. എന്നാൽ നമ്മുടെ ജീവിതത്തിന് അപ്പുറമായി, നമ്മുടെ ജീവിതത്തിന് അതീതമായുള്ളതിനെ കാണുവാൻ തയ്യാറാകുമ്പോൾ ഈ ദൈവത്തിന്റെ ആത്മാവുമായി ഒരു പ്രവർത്തനത്തിൽ, ഒരു യാത്രയിൽ, സഞ്ചാരത്തിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. And the only journey to see beyond yourself is a journey downwards. നമ്മുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് അതീതമായി കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില താഴ്വാരങ്ങളിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ മാത്രമാണ്. Ezekiel saw the bones when he journeyed with God downwards. ദൈവത്തോട് ചേർന്ന് ഈ താഴ്വാരങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുമ്പോഴാണ് യെഹെസ്കേൽ പ്രവാചകന് ഉണങ്ങിയ അസ്ഥികൾ കാണുവാൻ കഴിയുന്നത്. This is a serious call to selflessness in the example of Jesus Christ, as written by Paul in Philippians chapter 2. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നാം കാണുന്ന സ്വയത്തോടുള്ള ത്യാഗമാണ് ഈ ജീവിതത്തിന്റെ യാത്ര. Your attitude should be the same as that of Christ Jesus, who, being in the very nature of God, did not consider equality with God something to be grasped, but made himself nothing, taking the very nature of the servant, being made in human likeness and found in appearance as a human being. He humbled himself and became obedient to death, even death on the cross. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. When we find the way that goes down with God, we are able to lift each other up. ദൈവത്തോട് ചേർന്ന് താഴ്വാരങ്ങളിലേക്കുള്ള യാത്രാപഥങ്ങൾ നാം കണ്ടെത്തുമ്പോൾ മറ്റുള്ളവരെ കരം പിടിച്ച് ഉയർത്തുവാനുള്ള സാഹചര്യങ്ങളും ശക്തിയും ദൈവം നമുക്ക് നൽകുകയാണ്. The final invitation to life-giving conversation and obedience. മൂന്നാമത്തെ ആഹ്വാനം ദൈവത്തോട് ചേർന്ന് ഒരു പുതിയ ജീവൻ നൽകുന്ന സംഭാഷണത്തിലേക്കും അനുസരണത്തിലേക്കും പ്രവേശിക്കുവാനുള്ളതാണ്. God commands Ezekiel to speak to the bones. ദൈവം എസെക്കിയേലിനോട് പറയുകയാണ്, നീ ഈ അസ്ഥികളോട് സംസാരിക്കുക, പ്രവചിക്കുക. It was an invitation to life-giving conversation. ഇത് ജീവൻ നൽകുന്ന സജീവമായ ഒരു സംഭാഷണത്തിന് വേണ്ടിയുള്ള ക്ഷണമാണ്. When he was puzzled if the situation will ever change, God spoke to him and said, "Speak to the bones." ഈ ഒരു മരണകരമായ സാഹചര്യത്തിന് എന്തെങ്കിലും വ്യതിയാനം ഉണ്ടാകുമോ എന്ന് പ്രയാസത്തിൽ, സംശയത്തിൽ ഇരിക്കുമ്പോൾ ദൈവം യെഹെസ്കേലിനോട് പറയുകയാണ്, നീ ഈ മൃതപ്രായരായ അസ്ഥികളോട് സംസാരിക്കുക. Tell the bones they will live in the presence of the life-giving God. മൃതാവസ്ഥയിലുള്ള ഈ അസ്ഥികളോട് നീ പറയുക, നിങ്ങൾ ജീവിക്കും. When in your own situation you admit that the bones are dead, dry and many, speak the words of life. നിങ്ങളുടെ ജീവിതത്തിൽ ഇതാ ജീവിതത്തിന്റെ അസ്ഥിയുടെ അനുഭവങ്ങൾ, മൃതാവസ്ഥയുടെ അനുഭവങ്ങൾ, നിർജീവാവസ്ഥയുടെ അനുഭവങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവോട് ചേർന്ന് അവരോട് പറയുക, നിങ്ങൾ നിശ്ചയമായും ജീവിക്കും. But it is important first to admit that the bones are dry. എന്നാൽ ആദ്യം തന്നെ ഈ അസ്ഥികളൊക്കെയും ഏറെ ഉണങ്ങിയിരിക്കുന്നു എന്ന് നാം അംഗീകരിക്കേണ്ടതുണ്ട്. It is not helpful to act as if all is well when the bones are dry. ഈ അസ്ഥികൾ ഇത്രമാത്രം മൃതാവസ്ഥയിൽ, നിർജീവാവസ്ഥയിലായിരിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഭംഗിയായിരിക്കുന്നു എന്നുള്ള ധാരണ, മിഥ്യാധാരണ ഏറെ തെറ്റാണ്, അപകടകരമാണ്. God will listen with compassion to your heart when you begin to say, "My bones are dry." യഥാർത്ഥത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കുമോ, അംഗീകരിക്കാൻ സാധിക്കുമോ, ഇതാ എന്റെ ജീവിതാവസ്ഥയിൽ എന്റെ അസ്ഥികൾ ഏറെ ഉണങ്ങിയിരിക്കുന്നു. Everything has a beginning. എല്ലാറ്റിനും ഒരു ആരംഭമുണ്ട്. Everything flows from the heart of God. എല്ലാം ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് സമാരംഭിക്കുന്നു. In life, the beginning is sometimes seen begins with conception and birth. ജീവിതത്തിൽ ഒരു പുതിയ മനുഷ്യജീവൻ ഈ ലോകത്തിലേക്ക് ജനിക്കുന്നതിന് മുൻപായി അത് അമ്മയുടെ ഉദരത്തിൽ ഉൽപാദിതമാകുന്നു. And all of life is punctuated with memories of a beginning, celebrating the birth or a birthday
or an anniversary. നമ്മുടെ ജീവിതം മുഴുവൻ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ആരംഭവുമായി നിരന്തരം അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. എല്ലായ്പ്പോഴും നാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആരംഭത്തെയാണ് ഓരോ പിറന്നാളിലൂടെയും നമ്മൾ ആഘോഷിക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുന്നത്. And every conception begins with a relationship. ഓരോ ഉൽപാദനവും ഒരു പ്രത്യേക ബന്ധത്തിലാണ് ആരംഭിക്കുന്നത്. And I believe it was a conversation with God and with one another that even the Maramon Convention was born. ഈ മാരാമൺ കൺവെൻഷൻ മഹായോഗം ആരംഭിച്ചതും ദൈവവുമായും പരസ്പരവുമുള്ള ഒരു സ്വർഗീയമായ സംഭാഷണത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. If we believe that something new is to be born, we must enter into a deep communion with God of life. ഈ മഹായോഗത്തിൽ എന്തെങ്കിലും പുതുതായി സംഭവിക്കണമെങ്കിൽ വീണ്ടും ദൈവത്തോടും പരസ്പരവും ഒരു പുതിയ സംഭാഷണത്തിനായി നാം മുതിരണം. We have to begin a life-giving conversation amongst ourselves because words create. നമ്മുടെ ജീവിതത്തിൽ പരസ്പരം ജീവൻ നൽകുന്ന സജീവമായ ഒരു പുതിയ സംഭാഷണം നാം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. But our words must take a tune from a conversation with God. അത് നമ്മുടെ ദൈവവുമായുള്ള ഒരു സംവാദത്തിലും സംഭാഷണത്തിലുമാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പുതുക്കങ്ങളും തുടക്കങ്ങളും ആരംഭിക്കേണ്ടത്. It is an invitation for a dialogue towards new birth and new life. പുതിയ ജീവിതത്തിനു വേണ്ടിയുള്ള ദൈവത്തോടുള്ള ചേർന്നുള്ള ഒരു സംവാദത്തിന് വേണ്ടിയാണ് നമ്മെ ഇത് ക്ഷണിക്കുന്നത്. In the case of Ezekiel, the conversation entered into a situation where God said, "Speak to the Spirit of God." ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവിൽ നീ സംസാരിക്കുക. God himself, who is spirit, says, "Speak to the Spirit, the giver of life." ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ്, ജീവൻ നൽകുന്ന ആത്മാവിനോട് നീ സംസാരിക്കുക. God is inviting him to speak to the Spirit that had hovered over the formless and empty deep in the story of creation. സൃഷ്ടിയുടെ ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടികഥയിൽ ഭൂമിക്ക് മേലെ ഉണ്ടായിരുന്ന പാഴും ശൂന്യമായ അവസ്ഥയിൽ അതിന് മീതെ പൊരുന്നയിരുന്ന ദൈവത്തിന്റെ ആത്മാവിനോടാണ്, ആ രൂപപ്പെടുത്തുന്ന ജീവൻ നൽകുന്ന സജീവമായ ആത്മാവിനോടാണ് നീ സംസാരിക്കേണ്ടത് എന്ന് ദൈവം യെഹെസ്കേൽ പ്രവാചകനോട് പറയുന്നു. Because when the Spirit moves, bones can come to life. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ആത്മാവിന്റെ ചലനമുണ്ടാകുമ്പോൾ മൃതാവസ്ഥയിലുള്ള അസ്ഥികൾക്ക് പുതിയ ജീവൻ ലഭ്യമായി തീരും. Your grace, let me end with a story. ഞാൻ ഒരു ചെറിയ കഥയോടെ എൻ്റെ ഈ ഒരു പ്രസംഗം അവസാനിപ്പിക്കട്ടെ. A person called Keith Peavy, a doctor of children from Alabama, had a most important story to tell for me. ശിശുക രോഗവിദഗ്ധനായ ഡോക്ടർ കീവ് എന്ന വ്യക്തിയുടെ പ്രത്യേകമായ ഒരു അനുഭവവും വാക്കുകളും ഇങ്ങനെയാണ്. He says most of his career he worked with premature babies. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും പ്രായത്തിന് മുൻപ് ജനിച്ചു വീണ പൂർണ്ണ വളർച്ചയെത്തുന്നതിന് മുമ്പേ ജനിച്ച ശിശുക്കളുമായാണ് അദ്ദേഹം ചെലവഴിച്ചത്. He worked with children who were born before their time. യഥാർത്ഥമായി ജനിക്കേണ്ട സമയത്തിന് ഏറെ മുൻപ് ജനിച്ച കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നതിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചിരുന്നത്. And he says one of their common problems is forgetting to breathe. അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ജനിച്ചു വീഴുന്ന പ്രായത്തിന് മുൻപേ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ അവർ ശ്വാസോച്ഛ്വാസം ചെയ്യുവാൻ മറന്നു പോകുന്നു, അവർക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. They are put into an incubator filled with life-giving air. അവർ വയ്ക്കുന്ന ഇൻക്യുബേറ്ററിനുള്ളിൽ അവർക്ക് ജീവൻ നൽകുന്ന ഓക്സിജൻ നിറഞ്ഞിരിക്കുകയാണ്. And above that they are given a caregiver who will every now and again remind them to breathe. എന്നാൽ അവരോടൊപ്പം അവരെ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. എപ്പോഴും ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ അവർ ശ്വാസോച്ഛ്വാസം ചെയ്യുവാൻ നിരന്തരം അവർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. He says they are at a risk of dying because their immature brain fails to send a signal for them to breathe. അവർ പ്രാണവായുവിനെ ശ്വസിക്കുവാൻ തക്കവണ്ണം അതിനു വേണ്ടതായിട്ടുള്ള സൂചനകൾ നൽകുവാൻ അവരുടെ തലച്ചോറിന് സാധിക്കാത്തതുകൊണ്ട് ഈ പ്രാണവായുവിന്റെ സാഹചര്യത്തിലാണെങ്കിലും മരണത്തിന്റെ അവസ്ഥയിലാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ന് ഈ ഡോക്ടർ ഓർമ്മിപ്പിക്കുകയാണ്. People of God, we are surrounded by a life-giving Spirit of God
hovering all over around us. നമുക്ക് പ്രാണനെ നൽകുന്ന സജീവമായ ദൈവത്തിന്റെ ആത്മാവിത നമ്മുടെ ചുറ്റിലും നമ്മുടെ മുകളിലും പൊരുന്നിരിക്കുകയാണ്. And God wants us to breathe in the life that can only come from him. ദൈവം നമ്മോട് പറയുകയാണ്, ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രാണവായുവിനെ നാം സ്വീകരിക്കണം, ഉള്ളിലേക്ക് സ്വീകരിക്കണമെന്ന് ദൈവം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. Because of the distractions of life and the challenges of life. എന്നാൽ ജീവിതത്തിന്റെ പ്രത്യേകമായ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും മധ്യത്തിൽ, because of our hopelessness and helplessness, we sometimes forget to breathe. നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷയില്ലാത്ത അനുഭവങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ നിസ്സഹായത അനുഭവത്തിലും ഈ ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. And God sends Ezekiel as a caregiver to pat them on the shoulder to say, remember to breathe. ദൈവം യെഹെസ്കേൽ പ്രവാചകനെ അവരോടൊപ്പം നിൽക്കുന്ന, അവരെ ശുശ്രൂഷിക്കുന്ന വ്യക്തിയായി നിരന്തരം ഇസ്രായേൽ മക്കൾ അവർക്ക് ദൈവം നൽകുന്ന പ്രാണന്റെ ആത്മാവിനെ ശ്വസിക്കുവാൻ തക്കവണ്ണം അവരെ ഓർമ്മിപ്പിക്കുവാൻ അവിടെ നിലനിർത്തിയിരിക്കുന്നു. Ezekiel tells the bones down the valley, God will breathe life in you and you will come to life. താഴ്വാരങ്ങളിലെ അസ്ഥികളോട് യെഹെസ്കേൽ പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ഊതുമ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും. As we journey towards the next 120 years of the convention, നമ്മുടെ മാരാമൺ മഹായോഗത്തിന്റെ അടുത്ത 120 വർഷത്തിലെ നമ്മുടെ പ്രയാണത്തിൽ I pray and remember and remind you that don't forget to breathe. ഞാൻ നിങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവിന്റെ ഈ പ്രാണവായുവിനെ ശ്വസിക്കുവാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുതേ. The gracious healing hand of God is ready to touch you like a caregiver touching a premature born baby. ദൈവത്തിന്റെ കരുണയുടെ കരങ്ങൾ നിങ്ങളെ വീണ്ടും ഈ ശ്വാസം എടുക്കുവാൻ തക്കവണ്ണം, തന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നിരന്തരം നിങ്ങളെ സ്പർശിക്കുകയും ആ സ്നേഹസ്പർശത്താൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. Be attentive to the touch of the loving God. ഈ സ്നേഹനിധിയായ ദൈവത്തിന്റെ ആ സാന്ത്വന സ്പർശത്തെ, പ്രചോദിപ്പിക്കുന്ന സ്പർശത്തെ, ആ സ്പർശത്തിനു വേണ്ടി നിരന്തരം കാത്തിരിപ്പോടെ താല്പര്യത്തോടെ നിങ്ങൾ കാത്തിരിക്കണം. Be attentive to the invitation to touch others and remind them to breathe. മറ്റുള്ളവരെ സ്പർശിക്കുവാനും അവരെ ജീവനിലേക്ക് നയിക്കുവാനുള്ള ദൈവത്തിന്റെ ഓർമ്മപ്പെടുത്തലിനു വേണ്ടി നിങ്ങൾ നിരന്തരം കാത്തിരിക്കുന്നവരായിരിക്കണം. As you go down each valley of life, remember you are not alone and never ever try to go alone. ഈ ജീവിതത്തിന്റെ താഴ്വാരങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരിക്കലും നിങ്ങൾ ഏകരല്ല, ഒരിക്കലും നിങ്ങൾ ഏകരായി താഴ്വാരങ്ങളിലേക്ക് പോകുവാൻ കഴിയുകയില്ല. Go with God who sees, who feels, who touches, even smells and weep. നിങ്ങളെ കാണുകയും നിങ്ങളെ സ്പർശിക്കുകയും നിങ്ങളുടെ ഗന്ധം സ്വീകരിക്കുകയും ചെയ്യുന്ന, അത് മാത്രമല്ല നിങ്ങളോടൊപ്പം കണ്ണീരൊഴുക്കുകയും ചെയ്യുന്ന ഈ ദൈവത്തോട് ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ താഴ്വാരങ്ങളിലേക്ക് നിങ്ങൾ പോകുക. Disturb the world with prayer that can begin to change your life. ഈ ലോകത്തെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അസ്വസ്ഥമാക്കുക. ആ അസ്വസ്ഥത ഈ ലോകത്തെ തന്നെ ദൈവത്തിനു വേണ്ടി രൂപാന്തരപ്പെടുത്തുന്നതായി തീരും. Disturb the world with waves and noise and stones that distracts evil from paralyzing us. നമ്മുടെ ജീവിതങ്ങളെ ഈ ലോകത്തിന്റെ തിന്മകൾ സ്തംഭനാവസ്ഥയിലാക്കാതിരിക്കുവാൻ നിരന്തരമായി നിങ്ങളുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തെ നിങ്ങൾ സ്പർശിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ശബ്ദം കൊണ്ടും നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടും ഈ ലോകത്തെ രൂപാന്തരത്തിന്റെ വഴികളിലേക്ക് നിങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. Remind your family, your loved ones and the whole world to remember to breathe. നിരന്തരമായി നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രാണവായുവിനെ സ്വീകരിക്കുവാൻ, ശ്വസിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. In the name of the Father and of the Son and of the Holy Spirit. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ആമേൻ. മാരാമൺ മഹായോഗത്തിൻ്റെ പ്രാരംഭ സമ്മേളനം വളരെ അനുഗ്രഹകരമായി ഇപ്പോൾ തീരുകയുണ്ടായി. അതിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ബിഷപ്പ് വളരെ ശക്തമായൊരു ദൂത് നൽകി. മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ സന്ദേശം, നല്ല ഒരു ജനസഞ്ചയം കൂടി വന്നു. വചനം കേൾക്കുന്നതിന് വേണ്ടി ഗായക സംഘത്തിൻ്റെ മനോഹരമായ പാട്ടും പൊതുജന നേതാക്കളുടെയൊക്കെ സാന്നിധ്യം എല്ലാം കൊണ്ടും ധന്യമായ ഒരു യോഗം ആരംഭമാണ്. ഇത് തുടർന്ന് ഇനിയും 7 ദിവസമുണ്ടല്ലോ. അതെല്ലാം കഴിയുമ്പോൾ ജനങ്ങൾക്കും സമൂഹത്തിനും ഒക്കെ
ഒരു പുനർവിചിന്തനത്തിനുള്ള അവസരം ലഭിക്കും.